ഗുഡ് മോർണിംഗ് എവറി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ സെഷനാണ്. ആരും ലീവ് ചെയ്യരുത്. നമ്മളുടെ സ്പെഷ്യൽ സെഷൻ എന്താണ്? ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷനാണ് നമ്മളുടെ സൺഡേയിൽ നടക്കുന്ന സെഷൻ. ഇത് ഈ ഒരു സെഷനിൽ ഞാനല്ല കൂടുതൽ സംസാരിക്കുക, ഞാനൊരു ഇന്റർവ്യൂവർ ആയിട്ട് നിൽക്കുക ചെയ്യുക. നമ്മളുടെ കോഴ്സിൽ പങ്കെടുത്തിട്ട് അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അവർ എങ്ങനെ, നമുക്കിപ്പോൾ ഓൾറെഡി കോഴ്സ് ചെയ്യാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കോഴ്സ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് എന്താ വെച്ചാൽ ഇൻസ്പിറേഷൻ ആകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ കിട്ടുന്ന സെഷനാണ് വരാൻ പോകുന്നത്. സോ ഇറ്റ്സ് മീ ദ റിയൽ മീ. ഇഫ് യു ആർ എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE ഫോർ ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ അടിപൊളി സെഷൻ ആയിരിക്കും. കാരണം ഇന്നും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എന്ന് വെച്ചാൽ നമുക്ക് ഇതുമായി എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി റെഡിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെഷനിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് 2-3 പേര് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അവരെന്തെല്ലാം പഠിച്ചു, ഏതെല്ലാം രീതിയിൽ അവരുടെ ലൈഫിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ഞാൻ വിളിക്കാൻ പോകുന്നത്, ഇഫ് ദ പേഴ്സൺ ഈസ് റെഡി. സജീറ, ആർ യു ദേർ? Sajira, are you there? Just let me know. Sajira, are you there? Please be here in video. Pramadi Alkaran video. Sajira, are you there? Please be here in video. Okay. Hi, Sajira. Good morning. Good morning, sir. Good morning. ഓക്കെ, സുജീറ, എന്താണ് സുജീറയ്ക്ക് ഷെയർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ വെച്ചാൽ സുജീറയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നല്ല മെസ്സേജുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സുജീറ ഒന്ന് പരിചയപ്പെടുത്തൂ. സുജീറ എവിടെയാണ്, സ്ഥലം, നിലവിൽ എന്തെന്നു കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എന്റെ വീട് തിരൂര്. എന്റെ പേര് സജീറ, സാർ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഞാൻ തിരൂരാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് ഹസ്ബൻഡ്, 4 മക്കളുണ്ട്. പിന്നെ മൂത്ത മകന് ബിഫാമിന് സെക്കൻഡ് ഇയർ ആണ്. രണ്ടാമത്തെ മകന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, തേർഡ് വൺ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പിന്നെ ചെറിയ കുട്ടിയാണ്, മോളാണ്, 2 വയസ്സുള്ള ഒരു മോളുണ്ട്. ഓക്കെ, അപ്പൊ നിലവില് വീട്ടമ്മയായിട്ട് ഇരിക്കുന്നു അല്ലെ? യെസ്. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുജീറ, നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതിന് മുൻപുള്ള സുജീറയുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? എന്തൊക്കെ ചാലഞ്ചസിലൂടെയാണ്, അല്ലെങ്കിൽ ഐ മീൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറയാതെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെല്ലാം രീതി, പേഴ്സണലി നിങ്ങളുടെ ലൈഫിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു, ഏതൊക്കെ ബാധിച്ചിരുന്നു ഒന്ന് പറയാം. ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്ന മുമ്പ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, എല്ലാ തരത്തിലും, ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും, പിന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലെല്ലാം. എങ്ങനെ എനിക്ക് ലൈഫില് ഇങ്ങനെ ലൈഫ് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ചേഞ്ചസ് ശരിക്കും മനസ്സിലായത്. പിന്നെ ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പൊ സോൾവ് ആയി, അൽഹംദുലില്ലാ. ഒരുപാട് വലിയ മാറ്റാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ലൈഫില്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുക. നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ബാക്ക് പെയിന്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിലൂടെയാണ് സോൾവ് ആയത്. EFT വന്നതിന്റെ ശേഷമാണ് സോൾവ് ആയത്. പിന്നെ അതേപോലെ ഐ പെയിൻ എന്നും ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരുപാട്. അതെ, പോകുന്ന പോലെ കുഴപ്പമാണോ ഇപ്പോഴോ? ഓക്കെയാണ്, സംസാരിച്ചോളൂ. പിന്നെ ഐ പെയിന് ഡെയിലി ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ അനുസരിച്ചിട്ട് പെയിൻ നന്നായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് അത്ര ഉണ്ടാവാറില്ല, ഫീൽ ചെയ്യാറില്ല. ഒരു തവണ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഐ പെയിൻ വന്നിട്ട്, ഇങ്ങോട്ട് വന്നതിന് ശേഷം. ഓക്കെ, ഏത് രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങളെ പറ്റി നിങ്ങൾ പറഞ്ഞു തുടങ്ങിയല്ലോ. ഏത് ടെക്നിക്സ് ആണ് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഞാൻ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ ഹീലിംഗ് ആയി രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതേമാതിരി ഫോർഗീവ്നെസ് ഭയങ്കര ചേഞ്ചസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് എന്റെ റിലേഷൻഷിപ്പില് 7 വർഷമായിട്ട് മിണ്ടാതെ നടന്ന ഒരു ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടു കൂട്ടരും തീരെ സംസാരിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്ന് അവരിപ്പോ 7 വർഷത്തിന് ശേഷം ഇപ്പൊ ഞങ്ങൾ കണക്റ്റഡ് ആയി പഴയ പോലെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. അത് വലിയ മിറാക്കിൾ. അത് കാരണം റിലേഷൻഷിപ്പിലോ ഞങ്ങളെ റിലേഷനിലും അതേപോലെ ഞങ്ങളെ നൈബേഴ്സിലൊക്കെ ഒരു അത്ഭുതം സൃഷ്ടിച്ചൊരു കാര്യമാണ്. അത് ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞതായിരുന്നു. കാരണം ഞാൻ ഈ ലൈഫ് റിലേഷൻഷിപ്പിന്റെ കോഴ്സ് അന്ന് നമ്മൾ കോഴിക്കോട് വെച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങളെ ഡ്രൈവർ ഉണ്ട്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും കൂടെ മിണ്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അത് ഉണ്ടാവും, ഈ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും അത് നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അത് നടക്കും, പക്ഷെ എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് വരും. ഞാൻ അവരുടെ അടുത്തേക്ക് പോവൊന്നുമില്ല, പക്ഷെ നീ കണ്ടോന്ന് പറഞ്ഞു. അപ്പൊ എന്നാ കാണാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ടാ വന്നത് അവിടുന്ന്. അവിടുന്ന് വന്നിപ്പോ ഒരു 2 മാസം ആയി. 2 മാസം കഴിഞ്ഞതിന്റെ ശേഷം ആ ഒരു വ്യക്തി ഓട്ടോമാറ്റിക് ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിലല്ല, ഞങ്ങളെ റിലേഷനിൽ പെട്ട ഒരു വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ടായി. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന് അവിടുന്ന് ഞങ്ങൾ തമ്മില് ഓട്ടോമാറ്റിക് രണ്ടുപേരും ഫോട്ടോ എടുത്ത് മിണ്ടി. ഇപ്പൊ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടാ പോവുക. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായത്. അപ്പൊ അവരും ചോദിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന്. ഞാൻ പറഞ്ഞു ഇതല്ല ഇതിന്റെ വലുത് സംഭവിക്കും, ഇപ്പൊ മനസ്സിലായോന്ന്. സമ്മതിച്ചിട്ടോന്ന് പറഞ്ഞേ. ഓൾറൈറ്റ്. സോ അതായത് റിലേഷൻഷിപ്പിൽ 7 വർഷത്തോളമായിട്ട് പിണങ്ങി നിന്നിരുന്ന, കണക്ഷൻസ് ഇല്ലാതിരുന്ന ഒരാളുമായിട്ട് എന്താ വെച്ചാൽ ആ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജിയിൽ ഷിഫ്റ്റ് സംഭവിച്ചു. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഫോർഗിവ്നെസ് ഈ വ്യക്തിക്ക് ഫോർഗിവ് ചെയ്യാണോ ചെയ്തത്? അങ്ങനെയാണോ? ചെയ്തിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അങ്ങനെയാണോ ആ റിലേഷൻഷിപ്പ് വിള്ളല് വീണത്? അത് ഫോർഗീവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്താ ചെയ്തത്? എന്താണ് ആക്ച്വലി വിഷ്വലൈസേഷൻ? വിഷ്വൽ ചെയ്തു അവര്. അല്ല, ആദ്യം ഞാന് ഫോർഗീവ് ചെയ്തിട്ട് വിഷ്വൽ ചെയ്ത് അവരെന്റെ അടുത്ത് നല്ലപോലെ ആവുന്നതായിട്ട് ആദ്യം അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു. അത് എന്റെ അടുത്ത് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരിക ചെയ്തത്. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, ഞാൻ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഡീപ്പായിട്ടാണ് അവര് എന്റെ അടുത്ത് സംസാരിച്ചത്. പഴയ പോലെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് സംഭവിക്കാത്ത പോലെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അതിനുവേണ്ടി എന്താ ചെയ്തത്? ഐ മീൻ നിങ്ങൾ വിഷ്വലൈസേഷൻ ആണോ ഫോർഗിവ്നെസ് വിഷ്വൽ ചെയ്തു. അവര് എന്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അതേപോലെ ഞാൻ അവർക്ക് ഫോർഗീവ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. കാരണം അവര് എന്നെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലല്ലായിരുന്നു അവര് എന്റെ അടുത്ത് പെരുമാറുന്നിരുന്നത്. ഒരിക്കലും ഒരാൾക്ക് ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്റെ മരണം വരെ അവർക്ക് ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കില്ല. ഈ EFT വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫോർഗീവ്നെസ് കൊടുത്തിട്ടുള്ളത്. കാരണം അതിന്റെ മെത്തേഡ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ടാണ്. അത് എന്തുകൊണ്ടാണ് നമുക്ക് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത് നമ്മൾ EFT വന്നാലേ മനസ്സിലാവുള്ളൂ. ഓൾറൈറ്റ്. അങ്ങനെ കോഴ്സിൽ വന്നിട്ട് എന്താ വെച്ചാൽ ഫോർഗിവ്നെസിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫോർഗിവ്നെസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ഫോർഗീവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരിക, അല്ലെങ്കിൽ വിഷമം വരിക, പെയിൻ വരിക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഫോർഗീവ്നെസിന്റെ ആ ഒരു പ്രാക്ടീസിന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്താണ് ഉണ്ടായിരുന്നത്? അവർക്ക് ഇത്രയും പെയിൻഫുൾ ആയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായി ഞങ്ങളുടെ ലൈഫില്. അപ്പൊ അത് എങ്ങനെ ഞാൻ ഇവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കും? പിന്നെ നമ്മളെ അടുത്ത് മെത്തേഡ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത് ചെയ്യുന്നുള്ള ആ ഒരു ഫീലിംഗ് എന്നെ വല്ലാതെ ഇതാക്കിയിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാൻ തയ്യാറായി. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മെത്തേഡായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഓക്കെ. സോ ടാപ്പ് ചെയ്തിട്ട് ഇതിന്റെ പെയിന് പിന്നെ അളന്ന് നോക്കിയിരുന്നോ? 0 ആയിട്ടുണ്ടായിരുന്നു? അത് 3 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ. ഐ മീൻ 3 പ്രാവശ്യമാണ് ടാപ്പിംഗ് ചെയ്തത്. ഈ ഒരു പ്രോബ്ലം എത്ര സമയം എടുത്തിട്ടാണ് സോൾവ് ആയത്? ഐ മീൻ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം പോയത് എത്ര സമയം കൊണ്ടാണ്? എത്ര ദിവസം എടുത്തത് പോകാൻ? ഇല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോ അത് അതിൽക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു. നന്നായിട്ട് കാരണം എനിക്കത് റിസൾട്ട് കിട്ടുംന്ന് എനിക്കറിയാം. ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. കാരണം എനിക്ക് സാറെ ഓരോ വാക്കുകളും ഞാന് നന്നായിട്ട് ഉൾക്കൊള്ളുമായിരുന്നു. സാറോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക്. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി. എന്തായാലും ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും മിറക്കിൾസ് അല്ലെങ്കിൽ ലൈഫിൽ മാറി എന്ന് പറഞ്ഞു. ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ദേർ? എന്താണ് റിലേഷൻഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്? റിലേഷൻഷിപ്പ് എന്നും ഞങ്ങൾ തമ്മില് ഭയങ്കര ക്ലാഷ് ആയിരുന്നു. ഒരു ഓക്കെ. ദിവസം ഇല്ലാതെ ഭയങ്കരമായിട്ട് അത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അങ്ങനെ ഇത് ചെയ്തതിന്റെ ശേഷം ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആദ്യത്തെ പോലെ ആയി. ഒരു പ്രശ്നവും ഇല്ല ഇന്ന് വരെ. പിന്നെ അതിന്റെ ശേഷം അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് ഹീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ആ ടൂള് കിട്ടിയ കാരണം ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്? ഐ മീൻ നിങ്ങൾക്കിപ്പോ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യുന്നത്? ജസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാന് ഫോർഗീവ്നെസ് ഒരു പ്രശ്നം എടുത്തിട്ട് ഞാന് ആ പെയിനിനെ ആദ്യം എടുത്ത് ഹീൽ ചെയ്യും. ഉം. പിന്നീട് ഞാൻ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കും. ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങോട്ട് വിളിക്കാതെ തന്നെ എന്റെ അടുത്ത് സ്മൂത്ത് ആയിട്ട് സംസാരിക്കും. ഓക്കെ. ഓക്കെ. ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ഇതോടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഏതൊരു സെഷനിൽ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ പഠിക്കാനോ ഇതിനൊന്നും അത്ര വലിയ താല്പര്യം അല്ലെങ്കിൽ സംഗതികൾ ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ, ഹസ്ബൻഡിന്റെ പഠനത്തിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. നിങ്ങൾ പക്ഷേ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്നൊരു ചേഞ്ച് സംഭവിച്ചു. പിന്നെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ഇരിക്കുന്നത് കാണാം. എന്താണ് ആ ഒരു വിഷയത്തിൽ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ് ദേർ? എനിക്ക് പഠിക്കാന്ന് പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ വിവാഹം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് പഠിക്കാം നീ പോയിക്കോ. പക്ഷെ വീട്ടിലത്തെ സാഹചര്യം എന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാന് അത് മനസ്സിൽ കൊണ്ട് ഈ ഒരു 4 ചുമരുകൾക്കുള്ളിലാണ് എന്റെ ലൈഫ് ഒതുക്കി കൂട്ടി ഞാന്. അങ്ങനെ ഇവർക്കാണെങ്കിൽ നന്നായി പഠിക്കുന്നത് ഇഷ്ടാണ്. കാരണം ഇവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അടുത്താണ്. അപ്പൊ അതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ പഠിക്കുമ്പോ എന്നെ ഭയങ്കരായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. നല്ല നിനക്ക് എല്ലാത്തിനും കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാന് മാറി നിൽക്കുകയാണെങ്കിലും വേണ്ട നീ അത് ചെയ്തോ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ. സോ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി വന്നു. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഹീലിംഗ് ജേർണിയിൽ ആരോടാണ് ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾ ആരോടാണ് നന്ദി പറയാനുള്ളത്? ഫസ്റ്റ് നെസ്ല മാം ആയിരുന്നു. ഫസ്റ്റ് സാറുടെ അടുത്ത് തന്നെ. കാരണം സാറ് കോഴ്സിലേക്ക് ഞാൻ ഫസ്റ്റ് വന്നത് സാറ് മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോ ഒരു ദിവസം സാർ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ക്ലാസ് ഉണ്ട്. അപ്പൊ അതാർക്കാ വേണ്ടത് വെച്ചാൽ അവര് ചാറ്റ് ബോക്സിൽ നമ്പർ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ ഇട്ട് പിന്നെ നജ്ല മാം എനിക്ക് വിളിക്കുക. അപ്പൊ ഞാൻ എൻ്റെ വിഷമങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തു. അങ്ങനെ അവര് എനിക്ക് ഒരുപാട് സപ്പോർട്ടായി നിന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളെ ഈ പ്രശ്നം മാറണമെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ വരണം. ഈ ഒരു പ്ലാറ്റ്ഫോമിന് വന്നാൽ നിങ്ങൾക്ക് അതിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും നിങ്ങളെ പെയിന്. അത് ഞാൻ നിങ്ങൾക്ക് 100% ഷുവറാന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെ പറ്റും? കാരണം 2 വയസ്സായ ഒരു മകളുണ്ട്. അവളെ ഇട്ടിട്ട് എങ്ങനെ ഞാൻ അങ്ങനെ പോവും എന്നൊക്കെ ആയിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് വിഷ്വൽ ചെയ്തു. ഞാൻ അവിടെ പോണതായിട്ടും അങ്ങോട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വിഷ്വൽ നന്നായിട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എങ്ങനെ മോളെ ഇട്ടിട്ട് ക്യാഷിന്റെ ഒക്കെ ആകാം. പക്ഷെ എങ്ങനെ മോളെ വിട്ടിട്ട് എങ്ങനെ പോവാന്നായിരുന്നു. പക്ഷെ എന്റെ വീട്ടില് ഉമ്മാക്ക് പ്രായമായിട്ടുണ്ട്. അപ്പൊ ഉമ്മാക്ക് അങ്ങനെ നോക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ അല്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്തു എന്റെ വീട്ടില് കൊണ്ടുവന്നാക്കി. ഒരു കുഴപ്പമില്ല. മോള് എന്നെ വിട്ട് പോവാത്ത മോള് അവിടെ സൈലന്റ് ആയിട്ട് നിന്ന് ഞാൻ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യോളം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നജ്ല മാമിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നജ്ല മാം എനിക്ക് ആ പറഞ്ഞൊരു വാക്കുകൾ എന്നെ വല്ലാതെ എന്റെ മനസ്സിലിങ്ങനെ കൊണ്ടിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ന് വെച്ചാൽ നിജിലേക്ക് താങ്ക്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഫാമിലി മെമ്പേഴ്സ് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കോഴ്സിൽ?
ശരിക്കും സപ്പോർട്ടീവ് ആയിരുന്നു? എന്റെ വീട്ടുകാര് ഭയങ്കര എതിരാണ്. കാരണം അവരിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് വന്നത് അവര് നല്ല എന്നെ അന്ന് എതിര് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവര് ഒരുപാട് പറഞ്ഞു നിനക്ക് എന്താ എന്തിന്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മാന്റെ അടുത്ത് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞത്ര. പക്ഷെ ഞാൻ അവർക്ക് ഫോർഗിവ്നെസ് കൊടുത്തു. അപ്പൊ അവര് എന്റെ അടുത്ത് ശരിയായി. അതേപോലെ എന്റെ ബ്രദർ ഒരുപാട് കാലമായിട്ട് അവര് ഇതേപോലെ ചെറിയ ഇഷ്യൂവിന്റെ പേരിലും എന്റെ ഹസ്ബൻഡിന്റെ ഒരു കാര്യത്തിലാണ് അവര് എന്നിട്ട് പിണങ്ങിയിരുന്നു. എന്നിട്ട് മിണ്ടാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഞാൻ ഫോർഗിവ്നെസ് കൊടുത്തോടു കൂടി അവര് എന്നിട്ട് മിണ്ടാൻ തുടങ്ങി. പഴയ പോലെ എന്റെ അടുത്ത് ആ സ്നേഹത്തോടു കൂടി പെരുമാറാനൊക്കെ തുടങ്ങി. അത് ഓ, എനിക്ക് വലിയ മിറാക്കിളാണ്. വെരി ഗുഡ്, വെരി. അതായത് മൊത്തത്തിൽ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ ശരിക്കും അങ്ങോട്ട് വല്ലാത്ത ഒരു ഷിഫ്റ്റ്. ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ടുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ്, മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നിങ്ങൾ ആർക്കോ നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അതെ, ഒരു സ്റ്റോറി. ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അതെ, അത് അതേപോലെ അത് എന്റെ റിലേഷനിൽ പെട്ട ഒരാളാ. ഞാൻ എന്റെ പേരൊന്നും പറയണില്ല. അതേപോലെ അവര് എനിക്ക് ഭയങ്കര ദേഷ്യം. അവരെ കാണാൻ പോലും എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഞാൻ എങ്ങനെ അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കാൻ എനിക്ക് തീരെ കഴിയില്ല. കാരണം അവര് എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് ഉണ്ടായിരുന്നു, എല്ലാം അത് മുറിവേൽപ്പിക്കുന്ന വാക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാൻ ഫോർഗിവ്നെസ് കൊടുക്കുക, എനിക്ക് അവരെ കാണാൻ തന്നെ വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫോർഗിവ്നെസ് കൊടുത്തു. പക്ഷെ അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര സിമ്പതി തന്നെ. ഞാന് ഞാനല്ലേ ഹലോ, ഫോർഗിവ്നെസ് കൊടുത്ത അപ്പൊ ഞാന് വലിയൊരു ഹലോ, നിങ്ങൾ കട്ടായി പോകുന്നു. അതെ. ഇപ്പോഴോ? കേൾക്കുന്നില്ല. ഓക്കെ, ഓക്കെ, ഓക്കെയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ഫോർഗിവ്നെസ് കൊടുത്തപ്പോ എനിക്ക് അവരോട് നന്നായിട്ട് പെരുമാറാൻ, അവര് എന്റെ അടുത്ത് നന്നായിട്ട് പെരുമാറാനും തുടങ്ങി. അപ്പൊ ഞാൻ ഇവരോട് ഇക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. അവര് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആരും ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈം അല്ല, പക്ഷെ ഞാനത് കൊടുത്തു. എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു ഇതാണ്, മിറാക്കിളാണ് അത്. കാരണം ഒരിക്കലും അവർക്ക് ഫോർഗിവ്നെസ് പോലും, അവർക്ക് ഒന്നും ചെയ്യാൻ പോലും എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തികളായിരുന്നു. അതിൽ അവര് കണ്ണ് നിറഞ്ഞു. ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവരിത്രയും എന്നെ വേദനിപ്പിച്ചിട്ടും ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഇതിൽ അവർക്ക് ഭയങ്കര കണ്ണ് നിറഞ്ഞിരുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഓവറോൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര ചേഞ്ച്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അടുത്ത പ്ലാൻ എന്താണ്? ഇനി എന്താണ് ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ദ റിയൽ മീ എന്ന് പറയുന്ന നിങ്ങളെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങളുടെ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ടാർഗറ്റ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഈ ഒരു ന്യൂ ഇയറിന് പുതിയ പ്ലാൻസ് വല്ലതും ഉണ്ടോ? ന്യൂ ഇയറിന് എനിക്ക് ഞാൻ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയാനായിട്ടില്ല. പറയാനായാലും ഞാൻ പറയാം. പിന്നെ ഓക്കെ. അതേപോലെ ഹസ്ബൻഡിന്റെ ജോലി സ്ഥലത്ത് പിന്നെ വേറെ ഉണ്ടായ കുറെ സംഭവമുണ്ട്. മകളെ കണ്ണില് ഒരു ഉണലുണ്ടായിരുന്നു, ഒരു കുരു. ശരിക്കും അത് നന്നായിട്ട് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യാനായിരുന്നു. ഡോക്ടർ കാണിച്ച് ആന്റിബയോട്ടിക് ഒക്കെ തന്നിരുന്നു. അങ്ങനെ അത് സർജറി വേണമെന്നാണ്. എനിക്ക് ഭയങ്കര 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എങ്ങനെ സർജറി ചെയ്യാന്നുള്ള ഒരു ഇതെല്ലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് മാറും. EFT ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര കോൺഫിഡന്റ് ഉണ്ടായിരുന്നു മാറും എന്നല്ല. ഞാൻ ടാപ്പ് ചെയ്ത് കുറെ ദിവസം, ഒരു മാസത്തോളം നിന്നിട്ടുണ്ടായിരുന്നു കണ്ണില്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ സർജറി ചെയ്യാന്ന് എല്ലാവരും പറഞ്ഞു. ഇങ്ങനെ ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയല്ല, കണ്ണിൽ ഇങ്ങനെ ഓളയിൽ ഇങ്ങനെ വന്നിട്ട് അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പം വിചാരിച്ചു വേണ്ട, EFT ഇത് ശരിയാക്കി തരും എന്നുള്ള ഒരു ഇതില് ഞാനിത് ടാപ്പ് ചെയ്ത് രണ്ടാമത്തെ ദിവസം അതിങ്ങനെ വല്ലാതെ പൊങ്ങി വരിക, അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം വന്ന് നീരൊക്കെ വന്ന് അത് കംപ്ലീറ്റ് ഉണങ്ങിയപ്പോ പഴയ പോലായി. അത് എനിക്ക് ഭയങ്കര വലിയൊരു മിറാക്കിളാണ് കേട്ടാ. അത് എങ്ങനെ സംഭവിച്ചു എനിക്ക് തന്നെ അറിയില്ല. അത് എനിക്ക് പറയാൻ വയ്യ. കാരണം എന്റെ മകളെ അങ്ങനെ ഒരു ഡോക്ടർ പിന്നെ കാണിച്ചില്ല. ഒരൊറ്റ തവണ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഡോക്ടറെ. പിന്നെ ഞാൻ കാണിക്കാൻ പോയിട്ടില്ല. എനിക്ക് ഇത് ഭയങ്കര. അതേപോലെ ചെറിയ മകനുണ്ട്, 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുണ്ട്. അവന് ഇതേപോലെ പനി വന്നു. ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ഭയങ്കര ചീത്ത, ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ. അവന് എനിക്ക് നെഞ്ഞു വേദനിക്കുന്നു, ശ്വാസം കിട്ടണില്ല എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. ഉമ്മ എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, മോനക്ക് ഒരു കുഴപ്പമില്ല എന്നാണ്. മോനെ ഞാൻ എന്റെ അടുത്ത് ഇരുന്ന് അവനോടും ടാപ്പ് ചെയ്യാൻ പറഞ്ഞു, ഞാനും ടാപ്പ് ചെയ്തു. അപ്പൊ പറഞ്ഞു നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ട്. അതേ വായിലൊന്നാകെ പൊള്ളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല, അത് മാറും എന്ന് പറഞ്ഞു. മറ്റേ ഞാൻ എപ്പോഴും
ഡോക്ടറെ കാണിക്കാനായിരുന്നു പോയിരുന്നത്. പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അതിൽ നിന്ന് റിലീസ് ആവാനായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ ഞാനിത് ടാപ്പിംഗ് കൂടെയാണ് ആ രണ്ടും. കാരണം കുട്ടി അത് കൊണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും ICU വിടണ ഒരു കേസായിരുന്നു മകനിക്കുള്ള ആ പനി. കാരണം ശരിക്കും ശ്വാസമൊക്കെ എടുക്കുമ്പോ ഞാൻ പേടിച്ചിട്ടില്ല. എന്റെ ഹസ്ബൻഡ് പറഞ്ഞ എന്റെ കുട്ടിക്ക് എന്താ സൗണ്ട് ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ ടാപ്പ് ചെയ്ത് പനി ശരിക്കും വയർത്ത് മോന്റെ ആ ശ്വാസം മുട്ടലൊക്കെ എങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല. അത്രയും വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായത്. ഇപ്പൊ മോന് സ്കൂളിലൊക്കെ പോണ, ആദ്യം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് ഡോക്ടറെ കാണിക്കാത്തത് മോനോട് ഡോക്ടറെ കാണിക്കാൻ പറയുന്നു. പക്ഷെ ഞാൻ കാണിച്ചില്ല, ഒരു മെഡിസിനും കൊടുത്തിട്ടുമില്ല. അത് ഓട്ടോമാറ്റിക് കട്ടായി പോയി. Alright. See, ഇത് കേൾക്കുന്ന പലർക്കും അത്ഭുതം തോന്നുന്നുണ്ടാവും. ആക്ച്വലി ദിസ് എന്താ പറയാ, ഒരു റിയാലിറ്റിയാണ്. ഇതിന് സർഗേറ്റ് ടാപ്പിംഗ് അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി ആയിട്ട് കണക്റ്റഡ് ആണ്. മോളുടെ കാര്യത്തിൽ, കണ്ണിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് ഹീലിംഗുമായി ബന്ധപ്പെട്ട് എന്താ വെച്ചാൽ നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജിയായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഇത് കോഴ്സ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പഠിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് വലിയ രീതിയിലേക്ക് എന്ത് ചേഞ്ചസ് കൊണ്ടുവരും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. ഇനി അടുത്തൊരു എന്താ പറയുക ഫൈനൽ ആയിട്ട് എന്താ വെച്ചാൽ വാട്ട് ഈസ് എ മെസ്സേജ്, മറ്റുള്ളവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കോഴ്സൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കോഴ്സ് ചെയ്തിട്ടും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചിലവര്. അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് എന്താ പറയുക റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ പഴയ കണക്ഷൻ നഷ്ടപ്പെടും. സോ ശ്രീറ, ഡു യു പ്രാക്ടീസ് എവറി ഡേ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വാട്ട് ഈസ് യുവർ റൂട്ടീൻ? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു ദിവസം പോലും ഞാൻ അത് വിട്ടിട്ടില്ല. കാരണം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ. അത് എനിക്കത് ശീലമായി പോയി. ഇതിലേക്ക് വന്നതിന്റെ ശേഷം അത് എൻ്റെ ഒരു ശീലമായി പോയി. പിന്നെ അതേപോലെ ഞാൻ ഹീലിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഫോർഗിവ്നെസ് നൽകാറുണ്ട്. ഡെയിലി ഒരാൾക്കെങ്കിലും ഞാൻ ഫോർഗിവ്നെസ് നൽകാറുണ്ട്. കുറെ പറ്റില്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, അഫർമേഷൻ ചെയ്യാറുണ്ട്. അത് എൻ്റെ വലിയൊരു മാറ്റം. എനിക്ക് അതേമാതിരി വെൽത്തിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 1,00,000 രൂപ എനിക്ക് വേണമായിരുന്നു, പെട്ടെന്ന് 2 ദിവസത്തിന്റെ ഉള്ളിൽ എനിക്ക് വേണമായിരുന്നു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാന് വിഷ്വൽ ചെയ്തു, നന്നായിട്ട് അഫർമേഷൻ കൊടുത്തു. ക്യാഷിന്റെ അടുത്തേക്ക് വരുന്നതും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും ഞാൻ അഫർമേഷൻ കൊടുത്തു. എന്റെ അടുത്തേക്ക് ആ ക്യാഷ് വരുന്നതായിട്ട് ഞാൻ അഫർമേഷൻ കൊടുത്തു. ഇല്ല, 1,00,000ത്തിന്റെ സ്ഥാനത്ത് എനിക്ക് 2,00,000 വന്നു. എന്താണ് ഈ സ്റ്റോറി? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് സോ ഡെയിലി പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഓൾറെഡി സഫർ ചെയ്യുന്ന ആൾക്കാരോട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരോട്, കോഴ്സൊക്കെ ചെയ്യാത്ത അല്ലെങ്കിൽ സംശയിച്ച് നിൽക്കുന്ന പലരും ഉണ്ടാവും, അവരോടൊക്കെ എന്താണ് മെസ്സേജ് പറയാൻ? അവരോട് എനിക്ക് ഇതിലേക്ക് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിലേക്ക് വന്നാൽ അവരുടെ ക്യാഷിനൊന്നും ഒരു നഷ്ടം എനിക്ക് സംഭവിക്കാൻ പോണില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത്രയും വെൽത്തില് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഹെൽത്തിലാണെങ്കിലും പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും. കാരണം എനിക്ക് 1 മാസം കൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. കാരണം എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഈ ഒരു കോഴ്സിലൂടെ. തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ വലിയ മിറാക്കിളാ. കാരണം ഇപ്പൊ ഡെയിലിക്ക് വെൽത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഇപ്പൊ ഇന്നില്ല. എന്റെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഓൾറെഡി ഉണ്ട്. ഇപ്പോഴും മറ്റേത് ഞാൻ ക്യാഷ് നഷ്ടപ്പെടുമ്പോ ആകെ വറീഡായി, ആകെ അപ്സെറ്റ് ആയി, ഇങ്ങനെ ഡൗൺ ആയിരിക്കലായിരുന്നു. ഇനി എന്ത് ചെയ്യും, എപ്പോഴും ഒരു പെയിൻ ആയിട്ടുള്ള കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് ആ കരഞ്ഞില്ല, ഇപ്പൊ ഞാൻ ചിരിച്ചിട്ടാണ്. എന്റെ അടുത്ത് വരുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, നീ കോഴ്സിലേക്ക് വരണം. കാരണം ഷാഫി സാർ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്ലാസ് അല്ല. കാരണം സാർ അത്രയ്ക്ക് നമ്മളെ അവിടെ ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. കാരണം സാറടുത്ത് നിന്ന് കിട്ടുന്ന പോലെ ഒരു ആത്മാർത്ഥത വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. കാരണം അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം ഇപ്പൊ മോർണിംഗ് ക്ലാസ് എടുക്കുകയാണെങ്കിലും സാർ എത്രയും ഡീപ്പായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ ക്ലാസ്സുകളും. പിന്നെ അതേപോലെ നമ്മള് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ആണ്. അത് മടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും റിസൾട്ട് കിട്ടും. അത് 100% ഷുവർ ആണ്.
Okay. Like Shajir, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് പലരും ഹലോ ചോദിക്കുന്നുണ്ട്. യുവർ ദീപ, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. നിങ്ങൾ ഷജീർ അല്ലാത്ത എല്ലാവരും എന്ത് ചെയ്യാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. സൽമ മുസ്തഫ, പ്ലീസ് മ്യൂട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം നൽകും. ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിച്ചാൽ മാത്രം മതി. ഓക്കെ ഷജീർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ടീമിന്റെ അടുത്ത് നിന്നുള്ള സപ്പോർട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു മെന്ററുടെ സപ്പോർട്ട്? എന്റെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടുന്നു പറഞ്ഞു. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ, ഐ എം റിയലി താങ്ക്ഫുൾ, ബിക്കോസ് നിങ്ങളൊക്കെ വിശ്വസിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. ആ വിശ്വാസത്തിന് എന്ത് ചെയ്യാണ്, ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഞാൻ അടുത്തൊരു കാര്യം കേട്ടെ, മെന്റേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു? ആൻഡ് ഹൗ ദ ടീം? എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഹർഷ മാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതേപോലെ ഞാനും എന്റെ അക്കയും തമ്മിൽ ഇഷ്യൂന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ ഇത് ചെയ്തതിന്റെ ശേഷം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീണ്ടും അതേപോലെ വന്നു. അന്ന് ഞാൻ ഡൗൺ ആയപ്പോ ഹർഷ മാമിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഹർഷ മാം എന്റെ അടുത്ത് പറഞ്ഞത്, നീ ഹീൽ ചെയ്യ്, ഫോർഗിവ്നെസ് കൊടുക്ക്, സെൽഫ് ലവ് കൊടുക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും അവര് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇതെന്താ ഇവര് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞ ഞാനത് ചെയ്തപ്പോ ആ ഒരു വ്യത്യാസം എനിക്ക് ശരിക്കും കാണാൻ പറ്റി. അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര ഇതായി. കാരണം നമുക്ക് കുറെ എക്സ്പ്ലെയിൻ തരുന്നല്ല, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യണം. അപ്പോഴാണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യണം, നമുക്ക് അവര് ടൂള് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതെറ്റ് പണിയെടുക്കല്ലേ വേണ്ടത്. അതാണ് എനിക്ക് അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഹർഷമാമ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ എന്തിനു വിളിച്ചാലും അവര് എന്റെ അടുത്ത് അപ്പം പറയും, സെൽഫ് ലവ് ചെയ്യേ, ഫോർഗിവ്നെസ് ചെയ്യേ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുത് പറയും. അപ്പൊ ഞാൻ അതേപോലെ ചെയ്യാൻ തുടങ്ങി. അത് എനിക്ക് ഭയങ്കര റിസൾട്ട് ആണ് കിട്ടിയത്. ഞാൻ ഇപ്പൊ എന്റെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ സജീറ, താങ്ക് യു സോ മച്ച്. സോ ഓവറോൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പഴയ ആളാരായിരുന്നു? പഴയ കോഴ്സിന് മുമ്പുള്ള ഒരാള്, ആളെ പറ്റി ഒരു 3 വാക്കിൽ പറയുകയാണെങ്കിൽ എന്തായിരുന്നു? എനിക്ക് ഇതേപോലെ ഒന്നും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അന്ന്. എനിക്ക് ഫസ്റ്റ് സാറ് ക്ലാസ് കഴിഞ്ഞപ്പോ അന്നൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ സാറ്. അന്നൊക്കെ ഞാൻ ശരിക്കും സംസാരിക്കുമ്പോ വിറച്ച് എന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കോടി പോണ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ആരടുത്ത് എങ്ങനെ ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് സംസാരിക്കാൻ കഴിയും. കാരണം എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ പോലും മറന്നു പോവുക, പേടിച്ചിട്ട് മറന്നു പോണ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ഉണ്ട്. ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു നല്ലൊരു കോൺഫിഡന്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച് സുജീറ ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി. ഞാൻ ഇനി ഓഡിയൻസിനെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം സുജീറോട് ചോദിക്കാം. കാരണം സുജീറയുടെ ട്രാൻസ്ഫോർമേഷൻ ജേണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ സുജീറ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. ഒരുപാട് പെയിനിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുള്ള, പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി സ്റ്റക്കായി നിന്നിരുന്ന ഒരാളാണ്. വല്ലാതെ വിഷമത്തില്, കയ്യിൽ ക്യാഷ്, കോഴ്സ് ചെയ്യാൻ പോലും ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്താ വെച്ചാൽ നമ്മളുടെ നിങ്ങൾ കേട്ടതല്ല സ്റ്റോറി. അതായത് നമ്മുടെ സജില അവരോട്, നജില മാം അവരോട് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തു, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വിഷ്വൽ ചെയ്താൽ മതി, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിഷ്വൽ ചെയ്യുക, പണം നിങ്ങളിലേക്ക് വരും. വിഷ്വൽ ചെയ്തു, കോഴ്സിലേക്ക് വന്നു, പണം വന്നു, കോഴ്സിലേക്ക് വന്നു, ജോയിൻ ചെയ്തു. ഈവൻ സിറ്റുവേഷൻ വരെ അനുകൂലമായി. മക്കളുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ സിറ്റുവേഷൻ വരെ അനുകൂലമായി. എല്ലാം ഒരു മിറക്കിൾ. നമ്മുടെ എനർജി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അവർ എനർജി ചേഞ്ച് ആവുന്നത് വലിയ രീതിയിലേക്ക് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് മുഴുവൻ ഇത്രയും റിസൾട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളുണ്ട് ചോദിക്കാം. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കാം. ടെക്സ്റ്റ് രൂപത്തിൽ ചോദിക്കാം, ഓഡിയോ രൂപത്തിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഫൈസൽക്ക ചോദിക്കാനുണ്ടോ? ഫൈസൽ UK ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവർ ചെയ്ത കോഴ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുജീറ ചെയ്ത കോഴ്സ് എന്ന് വെച്ചാൽ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആയിട്ടുള്ള, നമ്മുടെ ട്രോമാസ്, ചൈൽഡ്ഹുഡിലുള്ള ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്യുന്ന വർക്ക്ഷോപ്പ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആ പ്രോഗ്രാമിന്റെ പേര് EFT ലൈഫ് മാസ്റ്ററി എന്നാണ്. 23-ാം തീയതി, അതായത് ഇന്നിപ്പോ 22, നാളെ നമ്മളുടെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം. 9,800 rupees ആണ് കോഴ്സിന്റെ ഫീ വരുന്നത്. അതൊരു വലിയ ഫീസായിട്ട്, എമൗണ്ട് ആയിട്ട് ആരും കരുതരുത്. അത്രയ്ക്കും ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു കോഴ്സാണ്. സോ സ്റ്റാർട്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക.
ഇനി അത് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ശരത് ഒരു കാര്യം ചെയ്യൂ, അതിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇവിടെ പോസ്റ്റ് ചെയ്യൂ. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പറൊക്കെ എന്ത് ചെയ്യാൻ ബന്ധപ്പെടാം. അപ്പോൾ ഇവർ ചെയ്ത പ്രോഗ്രാം ആകുന്നത് ഞാൻ സുചിര, ഞാൻ ഒരു ചോദ്യം കൂടെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ്, ആക്ച്വലി ആ ചോദ്യം ഞാൻ മറന്നുപോയി. ഇവിടെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിക്കത് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. when I'm getting that question again, I will ask. Okay, വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക. ഹലോ ഓഡിയൻസിന്. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കും. എങ്ങനെ പ്രാക്ടീസ് ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ അറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, ഏത് ടൈമാണ്? ഒന്ന് കമർജൻ പറയുന്നു. ഓക്കെ, ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, ഏത് ടൈം എന്ന് പറയുമെന്നാണ് ചോദിച്ചത്. ഏത് ടൈമിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഒരുപാട് നോട്ട്ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഓരോന്നിനും ഓരോന്നാണ് എടുത്തിട്ടുള്ളത്. ഒന്നിന് അഫർമേഷനായിട്ട് ഒരു ബുക്ക്, പിന്നെ സാറിന്റെ മോർണിംഗ് ക്ലാസ്സിന് ഒരു ബുക്ക്, പിന്നെ അതേപോലെ ഹീലിങ്ങിന് ഒരു ബുക്ക്, ഫോർഗീവ്നെസ് ഒരു ബുക്ക്, അങ്ങനെ 4 ബുക്കും പിന്നെ ഒരു ഡയറിയിൽ ഞാൻ എൻ്റെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറ്റിയ പോയിന്റ്സുകൾ, കാരണം എനിക്ക് ലൈഫിൽ എന്നോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ പോയിന്റ്സ് ഞാൻ ഇതിൽ എഴുതി വെക്കും. പിന്നെ അതേപോലെ അഫർമേഷനായിട്ട് 2 ഭാഗത്തുനിന്ന് എഴുതും. അഫർമേഷൻ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡിന് മാത്രമായിട്ട് ഒരു ബുക്ക് ഉണ്ട്. 2 ഭാഗത്തുനിന്നും അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ 1001 നമ്മള് ഇതുണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ടൊരു ബുക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അത് എഴുതാൻ വേണ്ടി മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഭയങ്കര എഫക്റ്റ് ആണ്. കാരണം നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം എഴുതണോ അത്രത്തോളം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് വരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ അതേപോലെ അഫർമേഷൻ, നമ്മൾ അഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഫീൽ ചെയ്തിട്ട് എഴുതുക. അതാ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ വെറുതെ ചുമ്മാ എഴുതിയാലും എഫക്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടെ നമുക്ക് ക്ലാരിറ്റി നമ്മളെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽ ചെയ്തിട്ട് ആ സംഭവം നമ്മൾ അഫർമേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. മറ്റേത് സ്ലോലി ആണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സജീറ ഇതിനിടയിൽ റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാമും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതെ. കേട്ട് വന്നിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അടുത്ത ആള് ഷഹാന എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഹീലിംഗ് ബുക്കിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹീലിംഗ് ബുക്കിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? ഹീലിംഗ് ബുക്ക് എന്തിനാണ് ഒരു ബുക്കൊക്കെ കീപ്പ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആ ബുക്കിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഹീലിംഗ് ബുക്കിൽ എനിക്ക് എന്താണോ ഹീൽ ചെയ്യാനുള്ളത്, അതായത് എനിക്ക് ഒരുപാട് നമുക്ക് എന്താണോ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പൊ അവരെ പേര് എഴുതും, അതിന്റെ റീസൺ എഴുതും, എന്നിട്ട് നമ്മൾ അതിന്റെ ഇന്റൻസിറ്റി എഴുതി വെക്കും. അത് എത്ര ഉണ്ട്, ആ പെയിൻ എത്ര ഉണ്ടെന്ന് ഞാൻ ആദ്യം ഒരു അളവ് എടുത്ത് വെച്ചിട്ട് അത് ആ സമയത്ത് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ ടിക്ക് ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഹീൽ ചെയ്യാനുള്ള ട്രോമാസിന്റെ ലിസ്റ്റ് എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതാണ് നിങ്ങൾ അതിൽ എഴുതി വെക്കുന്നത് അല്ലെ? അതിങ്ങനെ ഓർമ്മ വരുന്നതിനനുസരിച്ച് അതിലേക്ക് എഴുതുകയാണ് അല്ലെ? അങ്ങനെ ടോട്ടലി എത്ര പ്രശ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ടോട്ടലി? അത് ഒന്ന് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കാനുള്ള മാത്രം 70 ഉണ്ട്. 70 ഉണ്ട്. പിന്നെ മറ്റേ 35 ആസ്ക് ഫോർഗീവ്, സെൽഫ് ഫോർഗീവ് പിന്നെ എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്യലാണ്. എനിക്ക് വരുന്ന ഓർമ്മകൾ വരുന്നത് ഞാൻ സ്വയം ചെയ്ത് അപ്പൊ തന്നെ ഹീൽ ചെയ്ത് കളയാറാണ് ഇപ്പൊ. ഓക്കെ, സജീറ, ട്രോമാസ് ഹീൽ ചെയ്യുന്നത് എത്ര ട്രോമാസ് ഇപ്പൊ ഹീൽ ചെയ്ത് കളഞ്ഞു? എത്ര ഇഷ്യൂസ്? ഇതായിരുന്നു എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. എത്ര ട്രോമാസ് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്?
ഇപ്പൊ എനിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 40ന്റെ മുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം എല്ലാം കൂടി ടോട്ടൽ നോക്കുകയാണെങ്കിൽ 50, 60 എത്തിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന ആളാണ്. കാരണം എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് അപ്പൊ തന്നെ ഞാൻ ക്ലിയർ ചെയ്യും. ഇപ്പൊ ഇന്നിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അത് ആ ഉടനെ തന്നെ പിന്നെ മാറ്റി വെക്കൂല, ടൈം ഞാൻ മാറ്റി വെക്കൂല. ആ സമയത്ത് തന്നെ അവിടെ ഇന്ന സമയത്തൊന്നൊന്നുമില്ല. ഉച്ചയാണോ വൈകുന്നേരമാണോ രാത്രിയിലാണോ എപ്പോഴാണ് ആ ഒരു പെയിൻ എനിക്ക് വരുന്നത്, ആ സമയം തന്നെ ഇരുന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ വേറൊരു ജോലിക്ക് നിൽക്കലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഓൾറൈറ്റ്, വെരി പ്രശ്നം ഗുഡ്. കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വെരി ഗുഡ്. സോ യു ആർ ഫ്രീ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ നിങ്ങളുടെ ഫീലിങ്സ്, സജന ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയും. ബൈപ്പോളാർ ഡിസോർഡർ സുഖപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സജന മാം. ഞാൻ നിങ്ങളോട് എനിക്ക് മറുപടി പറയാനുള്ളത് വെച്ചാൽ പല രീതിയിലുള്ള, ഈവൻ NPD സുഖപ്പെടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ബൈപ്പോളാർ സുഖപ്പെടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ഒരു ഇഷ്യൂ അനുഭവിക്കുന്ന ആളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാം. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം, അവർക്ക് 2, 3, 4 സാധ്യതകളുണ്ട്. ഒന്ന്, അത് ഒറ്റയടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, സുഖപ്പെടും. ചിലപ്പോൾ അത് ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പം ഒരവസ്ഥയിലേക്ക് എത്തിയതായിരിക്കാം. ട്രോമ മൂലമായിരിക്കാം അതിലേക്ക് എത്തിയത്. അപ്പോൾ പെട്ടെന്ന് ട്രോമ ഹീലിംഗ് നടക്കുന്നതോടുകൂടി ആ സ്റ്റേറ്റിൽ നിന്ന് അയാൾ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ആവും. ഭയങ്കരമായിട്ടുള്ള മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാറിയ കേസസ് ഉണ്ട്. എന്നാൽ ചില കേസിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് മാറൂല. ചില കേസിൽ പെട്ടെന്ന് മാറും, ചില കേസിൽ എന്താ വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. കാരണം അത്രയും ഇഷ്യൂസും ബുദ്ധിമുട്ടും ചിലപ്പോൾ കടന്നു വരും. അത് അദ്ദേഹം ചെയ്യാനുള്ള ആൾ അതിനോട് എടുക്കരുത്. അതും അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, അതിന്റെ ഇന്റൻസിറ്റി, ആ ഒരു ബൈപ്പോളാർ ഡിസോർഡറിന്റെ ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു കിട്ടും. ഇങ്ങനെ പല രീതിയിലൂടെ എന്ത് ചെയ്യും, അതായത് ഭയങ്കര ഇന്റൻസിറ്റി കുറഞ്ഞിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലൂടെ എന്താ വെച്ചാൽ അത് പോകും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ പല മെത്തേഡ്സ് നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അത് എന്താ പറയുക, അത് ഒരു ഇഷ്യൂലോട്ട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ ദിസ് പ്രോഗ്രാം എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. കം ആൻഡ് ജോയിൻ. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ആ സ്ട്രെങ്ത് തീർച്ചയായിട്ടും കുറയും. ഫാത്തിമ പറയുന്നു. ഓക്കെ. ഇനി അതിന്റെ ഇടയിൽ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് എന്താ വെച്ചാൽ ബൈപ്പോളാർ ഇങ്ങനെയുള്ള ഇഷ്യൂസുള്ള ആൾക്കാരെ എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ മെഡിസിൻ സപ്പോർട്ടും കൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ മെഡിസിൻ സപ്പോർട്ടും കൂടെ എടുത്തിട്ട് പോകുമ്പോൾ ഈ ഒരു ഹീലിംഗിനെ അത് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആക്കി കളയും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് എന്തായാലും തീർച്ചയായിട്ടും വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സജന, അവർ പ്രാക്ടീസ് ചെയ്യാതെ ഇത് കുറക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഹീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കാം. ആ ശ്രമം നടത്താം. അത് വേറെ മെത്തേഡാണ്. ആ മെത്തേഡ് അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ബേസിക്കലി അത് പഠിപ്പിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡിസ്റ്റൻസ് ഹീലിംഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഹീലിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ടുണ്ട് സാർ, ഹസ്ബൻഡിന്റെ അടുത്ത്. ഹലോ, അതെ. ഹസ്ബൻഡിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസ്റ്റൻസ് ഹീലിംഗ് നിങ്ങൾ ചെയ്തു ഹസ്ബൻഡിന് വേണ്ടി? അത് നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ ഞാൻ 2 ദിവസം ചെറുതായിട്ട് ഡൗൺ ആയി, വീണ്ടും ഞാൻ എനർജറ്റിക് ആയി. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ചെയ്തു. ഹസ്ബൻഡ് ഹലോ, സജിറ ചോദിച്ചു കേട്ടോ, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഏത് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്തത്? അവര് ഭയങ്കര പെയിൻ ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ഡൗൺ ആയിട്ടായിരുന്നു. അവര് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ ചെയ്ത് അവര് നല്ല ഹാപ്പി ആവണതും കാം ആവണതൊക്കെ ആയിട്ട് ഞാൻ വിഷ്വൽ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാർ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. പിന്നെ അവർക്ക് നല്ല മിറാക്കിൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോ ഭയങ്കര എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു വിജയൊക്കെ. അപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഭയങ്കര കാമായിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ അതേപോലെ അവർക്ക് ഞാൻ ഹീൽ ചെയ്തിരുന്നു. അവർക്കല്ല, അവരെ കൊണ്ട് ഞാൻ ഇതേപോലെ ഹീലിംഗിന് ഇരുത്തിയിരുന്നു. എന്നിട്ട് അങ്ങനെ അവരുടെ ഹസ്ബൻഡിന്റെ സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ, മെക്കാനിക്കൽ സൂപ്പർവൈസർ. അപ്പൊ അവരെ മുകളിലുള്ള മാനേജർ ഉണ്ട്. അപ്പൊ മാനേജർ അവരുടെ അടുത്ത് എന്തോ മോശമായിട്ട് സംസാരിക്കുക എന്തോ ചെയ്തിരുന്നു, ഹേർട്ട് ചെയ്ത് സംസാരിച്ചു. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു.
അപ്പൊ അത് ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിൽ അത് വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥത ആക്കിയിരുന്നു അന്ന് അവര് ചെയ്ത. ഞാൻ പറഞ്ഞ സാറില്ല, നമുക്ക് ഹീൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഹീൽ ചെയ്യാനുള്ള ടാപ്പിംഗ് ഞാനും ചെയ്തു, അവരും ചെയ്തപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് അവര് വന്ന് അങ്ങനെ ആ മാനേജർ അങ്ങനെ പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യുന്ന ആളല്ല. കാരണം അവർ അത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് വന്ന് ഹസ്ബൻഡിനെ ഹഗ് ചെയ്ത് എന്ന് പറയുന്നത് അത്രയ്ക്കും ഭയങ്കര മിറാക്കിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല, എനിക്കിപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഇതിൽ പങ്കെടുത്തതിൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയലാണ്, ഞാൻ ഇങ്ങനെ ഡൗൺ ആയതുകൊണ്ട് എന്താ ചെയ്യണ്ട, ഈ എന്നെ ഹീൽ ചെയ്യും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ അവര് കൂളാവും. ഓൾറൈറ്റ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓവറോൾ നല്ല രീതിയിലേക്ക് മാറി. വളരെയധികം സന്തോഷം. ഇനി പ്രത്യേകിച്ച് മേജർ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഫഷണൽ ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് പറ്റിയ കോഴ്സ് ഏതാണ്? ഓക്കെ, വിജീഷ് കുഴപ്പമില്ല. ഓക്കെ, പ്രത്യേകിച്ച് മേജർ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത പ്രൊഫഷണൽ ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് പറ്റിയ കോഴ്സ് ഏതാണ്? 2 കോഴ്സ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വിജീഷ്, നമ്മുടെ ഈ ഒരു EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കൂ. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി പ്രൊഫഷണൽ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, അതിന്റെ റീസൺസ് ഉണ്ടാകും. ആ റീസൺസ് നിങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റൂട്ട് കോസ് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു പ്രോഗ്രാം, ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും. പിന്നെ വേറൊരു പ്രോഗ്രാം നമുക്കുണ്ട്, ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ലോങ് ടേം പ്രോഗ്രാമാണ്. അതൊരു കോച്ചിങ് പ്രോഗ്രാമാണ്. അത് കുറച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള ലോങ് ടേമിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ്സോട് കൂടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പ്രോഗ്രാമാണ്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് റൺ ചെയ്യണം, കരിയറിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഷഹാന ചോദിക്കുന്നു, ഞാൻ ഒരാൾക്ക് ഫർഗിവ്നെസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി, ക്ലിയർ ആവുന്നില്ല, പ്രാക്ടീസ് ചെയ്യാൻ നല്ല ടൈം ഒന്ന് പറയാമോ? ഞാൻ നൈറ്റ് 10 to 11 വരെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഏർലി മോർണിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നാവും. ഓക്കെ, ഏർലി മോർണിംഗിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വിജയ് സാർ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 30-ാം തീയതി വേറെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ്, പുതിയ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്പർ എന്ത് ചെയ്യാം താഴെ കൊടുക്കാം. ഇനി നമ്പർ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം, നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിളിക്കും. ഗുഡ് മോർണിംഗ് ജസീറ. ജസീറാനോട് കാര്യം ചോദിക്കാന്. യെസ്, ചോദിച്ചോളൂ. 1001 അഫർമേഷൻ എഴുതിയത് എങ്ങനെ? അഫർമേഷൻ അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മളെ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കും, നമുക്ക് റബ്ബ് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നിട്ടില്ലേ, നമുക്കത് എന്നെ തീരുമോ? അത് ഡെയിലി ഇരുന്ന് എഴുതുക. നമുക്കിപ്പം മുടി തന്ന്, ഹെയർ തന്ന്, ഒരു ദിവസം 1001 അങ്ങനെയാണോ അതോ? ഇല്ല, അല്ല, ഡെയിലി നമുക്ക് എത്രണ്ണം എഴുതാൻ കഴിയും അത്രയും ഞാൻ എഴുതാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ എഴുതും. എനിക്ക് ടൈമിനനുസരിച്ചിട്ട് ഞാൻ പോയി എഴുതും. അത് എഴുതാൻ നമുക്ക് പ്രയാസമില്ലല്ലോ, കാരണം നമുക്ക് അത്ര എഴുതാനില്ലേ. നമുക്ക് കിട്ടിയ ഓരോ, ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്ന ഈ സമയം വരെ നമ്മൾ ജീവിച്ചില്ലേ, അത് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ അതുവരെ സംഭവിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ധാരാളം ഇല്ലേ. അത് എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കട്ട് എഴുതി കഴിഞ്ഞിട്ടില്ല. അത് കാരണം നമ്മൾ ഈ ഒരു മാസം കഴിയുന്നതോട് കൂടിയിട്ടാണ്, ഈ മാസം ലാസ്റ്റ് വരെ എഴുതാന്നാണ്. ഈ 2024 കഴിയുന്നത് വരെ എഴുതാനായിരുന്നു. മാം താഹിറ മാം ആയിരുന്നു അത് പറഞ്ഞിരുന്നത് ഗ്രൂപ്പില് നമ്മളോട്. അപ്പൊ അത് ഞാന് എഴുതുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലര് എഴുതുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരു മത്സരമാണ്. ഓൾറൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഹലോ, ചോദിച്ചോളൂ സുബൈദ. പിന്നെ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിഷമങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന്, പിന്നെ മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോ നമ്മളെ മക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നത് അത് എങ്ങനെയാന്നും കൂടി പറഞ്ഞു തന്നാലും ഉപകാരമായിരുന്നു. സുബൈദ, ഞാൻ ചോദിക്കട്ടെ, സുബൈദ നിങ്ങൾ കോഴ്സ് ചെയ്ത ഒരാളാണോ? നമ്മുടെ എത്തിയില്ല, ചെയ്യാനുള്ള സാഹചര്യം എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. അള്ളാഹ് ഇവിടേക്ക് എത്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, കാരണം കോഴ്സിൽ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെപ്സ് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് അതിൽ കാര്യം. സജീറയ്ക്ക് എന്താ അതിൽ പറയാനുള്ളത്? പറഞ്ഞു.
ഇത് ഈ കോഴ്സ് ചെയ്താല് നമുക്ക് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല എന്ന്. അത് നിങ്ങൾ ഇതിൽ വന്നാല് നിങ്ങൾക്ക് ആ ചേഞ്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മള് എവിടെയാണ് നിക്കുന്നത് ആ ഒരു നിക്കുന്ന സ്ഥലത്താവില്ല പിന്നെ നമ്മൾ നിക്കല്. ഇപ്പൊ താഴെയാണെങ്കിൽ നമ്മൾ എത്രയും മുകളിലായിരിക്കും പിന്നെ പൊങ്ങി പോയിട്ടുണ്ടാവും. ഇതെനിക്ക് പറയാനുള്ളത് അതേപോലെ നമ്മളെ ഈ തോട്ട്സ് നമ്മളെ എന്തൊക്കെയാണ് തോട്ട്സ് ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് നമ്മൾക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, ആ തോട്ട്സിനെ നിങ്ങൾ മാറ്റിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു അഫർമേഷൻ അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈ കോഴ്സിലേക്ക് വരാനും പറ്റും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, അഫർമേഷൻ ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്കൊരു ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ഥിരത അല്ല എന്ത്, അതായത് മനസ്സിന് ഭയങ്കര ട്രോമ ഉണ്ട്, എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് ചെയ്താൽ ഒരു 2 ദിവസം 3 ദിവസം ചെയ്താൽ പിന്നെ എനിക്കതൊരു ചെയ്യാനുള്ള ഒരു ഇത് ചില സമയത്ത് കിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു തരം വിഷമമുണ്ട്. പക്ഷെ ഞാന് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി വെക്കുമ്പോ അതിനനുസരിച്ച് ചെറിയ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സുബൈദ ഓൾറെഡി സജീറ പറഞ്ഞു കഴിഞ്ഞു. എന്താ വെച്ചാൽ മെയിൻ ആയിട്ടൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവർ തുടർച്ച കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ സജീറ പറഞ്ഞൊരു കാര്യം എന്താണ് ഇതിൽ അവർ പറഞ്ഞൊരു കാര്യം, അത് ആ ഒരു ചിന്തയും ആ ഒരു സംസാരവും നമ്മൾ മാറ്റുക എന്ന് പറഞ്ഞു. ഇവിടെയാണ് എന്താ വെച്ചാൽ അതായത് ആ ചിന്തയും ആ സംസാരവും എനിക്ക് പറ്റുന്നില്ല എന്നുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയില്ലേ, ആ ചിന്ത ഇനി ചിന്തിക്കരുത്, അത്തരത്തിലുള്ള ചിന്ത പാടില്ല. അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ ചിന്തിക്കുക. എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും, നിങ്ങൾ കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക. അപ്പൊ അത്രയും വലിയ പണം ഞാൻ എവിടുന്ന് കണ്ടെത്തും, അല്ലെങ്കിൽ ആ പണം എനിക്ക് അത്രയും വലിയ പണം കൊടുക്കണ്ടേ, അങ്ങനെയുള്ള ചിന്ത, അതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ്. അതിന് പകരം ആ പണം എന്നിലേക്ക് വരുമെന്നും ഞാൻ ആ കോഴ്സ് ചെയ്യുമെന്നും എൻ്റെ ലൈഫിലേക്ക് വലിയ ചേഞ്ച് ഉണ്ടാകുമെന്നുള്ള പോസിറ്റീവായുള്ള തിങ്കിങ്ങിലേക്ക് തന്നെ വരും. കാരണം നിങ്ങൾ ആ കോഴ്സ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇവരൊക്കെ സംസാരിക്കുന്നത് പോലെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മേജർ ശസ്ത്രക്രിയ ചെയ്യണം, ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ശസ്ത്രക്രിയ തീർച്ചയായിട്ടും ചെയ്താൽ തന്നെയല്ലേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതല്ലാതെ എവിടെന്നെങ്കിലും നമ്മൾ താൽക്കാലികമായിട്ട് മുറിവേദന എന്നുള്ള രീതിയിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഒപ്പിച്ചെടുത്തിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ചിന്തകൾ വിട്ടുകളയുക. സജീറ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ലെറ്റ് ഗോ ഓൾ ദോസ് തോട്ട്സ്. എനിക്ക് കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇത്രയും പൈസ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സാമ്പത്തിക അവസ്ഥയില്ല. ആ അവയർനെസ് കട്ടാക്കി കളയും. നിങ്ങളുടെ റിയാലിറ്റി ചിലപ്പോൾ അതായിരിക്കാം ഇപ്പോൾ. എന്തുകൊണ്ട്? നിങ്ങൾ അത് ചിന്തിക്കുന്നത് കൊണ്ടും അത് വിശ്വസിക്കുന്നത് കൊണ്ടുമാണ്. നിങ്ങൾ മിറക്കിളിൽ വിശ്വസിക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ ഇതേപോലെ സജീറയ്ക്കും ഇതേ ഒരു അവസ്ഥ, ക്യാഷ് ഉണ്ടാവില്ല, മകള് കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അത് മാറി മറിഞ്ഞു വന്നു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താങ്ക് യു സജീറ ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. വളരെയധികം സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്പർ താഴെ ഇടാം. സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ജോയിൻ ആയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ്. ജാസ്മിൻ ഷെയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി അടുത്തൊരാളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അടുത്ത ആളുള്ളത് ജസീല എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കേട്ടോ അടുത്ത ആളുടേത്, നിങ്ങൾ കേൾക്കേണ്ടതാണ്. ജസീല നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ വന്നിട്ടുള്ള ഒരാളാണ്. ജസീല, താങ്ക് യു സജീറ ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. ജസീല പ്ലീസ് ബി ഹിയർ. ആർ യു ഹിയർ? വീഡിയോയിൽ ഉണ്ടോ? വീഡിയോയിൽ വരുമെന്ന്. യെസ്. ഫാത്തിമ റിൻഷ എന്നാണ് പേര് കാണിക്കുന്നത് അല്ലെ. പേരെന്തായിരുന്നു? ജസീല. ജസീല പറഞ്ഞോളൂ, ഷെയർ ചെയ്തോളൂ. ജസീലയുടെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു. ഞാന് 2019 മുതലേ സാറിന്റെ EFT മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്. ആ 2019 സമയത്ത്, കൊറോണയുടെ സമയത്ത് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അതിന് കുറച്ച് മുന്നേ തുടങ്ങിയതാണ്. ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് ഡോക്ടേഴ്സ് മൈഗ്രെയിൻ ആണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ മൈഗ്രെയിൻ അല്ല, വേറെ എന്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. CT സ്കാനിങ്, MRI സ്കാനിങ്, EEG അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചെയ്തു. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സിന്റെ ഒരു കുഴപ്പമില്ല, ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ നമ്മള് വേഗം പോവാ, നമുക്ക് എന്താണ് വെച്ചിട്ട് ഉസ്താദുമാരുടെ അടുത്തേക്കാണ് പോവുക. അപ്പൊ അങ്ങോട്ട് പോയി അവര് കൊറേ അവര് ചികിത്സിച്ച്, അവര് പറ്റണ പോലൊക്കെ എന്നെ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു,
എനിക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, എത്ര പ്രാവശ്യം ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ ഈ ഒരു ക്യാഷ് ഇങ്ങനെ വാങ്ങാ, ഇയാളാണ് മാറേണ്ടത് എന്ന് പറഞ്ഞു. അപ്പത്തിനും എന്റെ സ്റ്റേജ് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തലവേദനിച്ചിട്ട് ഞാൻ വീഴൽ തുടങ്ങി. ആ ഒരു വീഴ്ച പിന്നെ എനിക്ക് നന്നായിട്ട് എന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തലവേദനിക്ക, വീഴുക, അങ്ങനെ എടുത്തിട്ട് പോവുക, അതിന് ഇഞ്ചക്ഷന്, ഗ്ലൂക്കോസ്, അതിൽ ഞാൻ ഓക്കെ ആയിട്ട് വീട്ടിലേക്ക് വരിക, അങ്ങനെ ഒരു അവസ്ഥയ്ക്കായി. പിന്നെ എനിക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിയാതെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയി എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും മരിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു. ഞാൻ ഇപ്പൊ മരിക്കും, എന്നോട് ഉള്ളെന്ന് ആരോ പറയാണ്, ഇപ്പൊ മരിക്കും. ഒരു തുമ്മാനി പേടി, ചുമക്കാനി പേടി ഒക്കെ. അപ്പം ഇപ്പൊ മരിക്കും, കഴിഞ്ഞുട്ടോ, അടുത്ത തുമ്മലിന് ഉണ്ടാവില്ല, കഴിഞ്ഞു. ആ ഒരു സമയത്ത് നമ്മൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. എന്താ പറയാ, ഉമ്മാനെ കൂട്ടിയിട്ടാണ് ഞാൻ ബാത്റൂം വരെ പോയിരുന്നത്. എനിക്ക് പേടിയാണ്, അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ച ആരും അറിയില്ല, അപ്പൊ ഉമ്മാനെ വേണം. ആ ഒരു സ്റ്റേജ് എത്തി. ഉറങ്ങാനും പേടി. ഹസ്ബൻഡിന്റെ വീട്ടിലാച്ച ഇവിടുത്തെ ഉമ്മാന്റെ ഇപ്പാന്റെ അടുത്ത് കടന്നുറങ്ങും, എന്റെ വീട്ടിലാച്ച എന്റെ ഉമ്മാന്റെ ഇപ്പാന്റെ അടുത്ത് ഉറങ്ങും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി ഒന്നും എനിക്ക് ഇനി ഇതിന്ന് എങ്ങനെ പോരാൻ പറ്റാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത്രയും ഞാൻ എന്റെ കുട്ടീനെ തിരിച്ചറിയാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് 1.5 വയസ്സായിരുന്ന ആ സമയത്ത് ആളിനെ അറിയില്ല. ഉമ്മ കൊണ്ടുവരും, പാല് കൊടുക്കുക പറയും. അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് അവരൊക്കെ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡ് കൊണ്ടുവരും, ഇത് കഴിക്കുക പറഞ്ഞ കഴിക്കുക. ഒരു റൂമിന്റെ ഉള്ളില് ആയിപ്പോയി. പിന്നെ എന്താ പറയാ, ഇന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാന്. ചിരി പോയി, സംസാരം പോയി, ഫുള്ളായിട്ട് ഒന്നും ഇല്ലാതായി. ആ ഒരു പേടി ഇന്നെ ഇങ്ങനെ നന്നായിട്ട് എന്താ ഒന്നും ഇല്ലാതാക്കി. നന്നായിട്ട് ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്ന ഞാന് ഭയങ്കരമായിട്ട് സൈലന്റ് ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് എന്നിട്ട് ഞാൻ എവിടെയാണ് പറഞ്ഞോളൂ, ഇനിയൊന്നും ഒന്നുമില്ല. ലാസ്റ്റ് എന്താ സംഭവിച്ചത്? ലാസ്റ്റ് ഞാൻ സാറിന്റെ ഒരു വീഡിയോ കാണാണ് ചെയ്തത്. ഇനി ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ സാറിന്റെ വീഡിയോ കണ്ടു. വിജയികളുടെ 6 ശീലങ്ങൾ പറഞ്ഞിട്ട്, പ്രഭാതശീലങ്ങൾ പറഞ്ഞിട്ട് അതില് ഞാനൊന്ന് സ്റ്റക്കായി. അപ്പൊ അന്ന് ഇങ്ങനെ വീഡിയോയില് കാണാൻ നമുക്ക് ഫോണിൽ മെസ്സേജ് അയക്കാം, അതൊക്കെ ഉമ്മാനോട് പറഞ്ഞ് എന്തായാലും എല്ലായിടത്തും പോയിട്ടല്ല, ആകെ കുളിച്ചു, ഇനി എന്തായാലും ഇതിക്കും കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെ ശരത് സാറിന്റെ നമ്പർ കിട്ടി. ശരത് സാറിനോട് ഉമ്മ സംസാരിച്ചു, ഞാൻ സംസാരിച്ചു. സാറ് പറഞ്ഞു ഒന്ന് നോക്കാന്നേ പറഞ്ഞുള്ളൂ. എന്റെ ഭയങ്കര കരച്ചിലായിരുന്നു. എങ്ങനെയാലും എല്ലാരും ഞാനൊന്ന് ചിരിച്ച് കണ്ടാ മതി, ആ ഒരു മൈൻഡില് എന്ത് ചെയ്താലും ഇവിടെ ഞാനൊന്ന് ചിരിച്ച് കണ്ടാ മതി. അപ്പൊ അങ്ങനെ ശരത് സാറ് ഇന്നണ്ട് ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും ഞാനെപ്പോഴും മരിക്കും എന്നാണ്. 2 മണിക്ക് വിളിക്കും, ചിലപ്പോ 1 മണിക്ക് വിളിക്കും. ഞാൻ മരിക്കോ ചോദിക്കും ശരത് സാറിനോട്. ഇല്ല മരിക്കൂല പറയും. ലാസ്റ്റ് ഇങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യണം, കിണറ്റിൽ ചാടാൻ പറഞ്ഞ കിണറിലും ചാടണം. അപ്പൊ ഞാനൊന്ന് ആകെ മരിക്കും എന്നുള്ള പേടിയോണ്ട് തന്നെ അതില് വന്നു. ഇപ്പൊ എന്നോട് മരിക്കാനാണോ പറയുന്നത്? ആ ഒരു നമ്മള് ചിന്തിച്ചു പോവാണ്. നമ്മള് ഫുഡ് കഴിക്കുമ്പോ തോന്നും, ഈ ഒരു ഇഷ്ടപ്പെട്ട ഫുഡല്ലേ, ഇത് കഴിഞ്ഞു, അടുത്ത ഇനി തിന്നാൻ പറ്റില്ല, അപ്പൊ ഫുഡ് വേണ്ടത് തിന്നാലല്ലേ മരിക്കുള്ളൂ, അപ്പൊ അത് വേണ്ട. അതുപോലെ വീട് പണി കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് പണി കഴിഞ്ഞിട്ട് വീട് കണ്ടാ പേടിയായിരുന്നു. അതില് കേറിയ വീടൊക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പൊ അതില് കേറിയ ഇനി അടുത്ത ദിവസം മരിക്കലാണ്, അതുകൊണ്ട് അതില് പോണ്ട. അങ്ങനെ വീട്ടിക്ക് വരാതെ 2 വർഷം ഇത് പൂട്ടിയിട്ടു. എന്നിട്ട് ആ ഒരു മെഡിറ്റേഷൻ ആണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് മെഡിറ്റേഷൻ ചെയ്ത് ഒരു 2 വീക്കൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ചെയ്ത്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു സമയത്ത് മെഡിറ്റേഷനും നമുക്ക് നൈറ്റും മോർണിംഗും ഉണ്ടായിരുന്നു. അത് രണ്ടും കറക്റ്റ് ആയിട്ട് ചെയ്തു. എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഒക്കെ എന്നെ കൊണ്ട് ഇരുന്ന് ചെയ്യിക്കായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ മകള് പറഞ്ഞു, എന്റെ ഉമ്മാനോട് പറഞ്ഞത്, എന്റെ ഉമ്മാന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരൊക്കെ കാണാനുണ്ടെന്ന്.
അതില് ഞാൻ സ്റ്റെക്കായി. എനിക്ക് മാറ്റം വരുന്നുണ്ട്, ഇനി ഉണ്ട്, ജീവിതം ഉണ്ട്, ഇനി എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് അങ്ങനെ അതന്നെ കണ്ടിന്യൂസ് ചെയ്തു. പക്ഷെ ശരത് സാറിന്റെ സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ആള് ഫുള്ളായിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ സാറിന്റെ സൗണ്ട് കേട്ടിട്ട് നീക്കും, സാറിന്റെ സൗണ്ട് കേട്ടിട്ട് കിടക്കും. ഷാഫി സാറിനൊക്കെ കാണാമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് മാത്രമാണ് നമുക്ക്. അവരെ എന്താ പറയാ, ജീവിതം ഇങ്ങനെ ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂമിൽ പെട്ടിട്ട് നമുക്കൊരു കൈ ഇങ്ങനെ വരില്ല, ഒരു വെളിച്ചം, അതേപോലെയാണ് എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എന്താ പറയാ, ഒരു ചേഞ്ച് ആയിരുന്നു. മുന്നേന്ന് പറഞ്ഞാല് ഞാൻ വേറെ ഒന്നിനെ കുറിച്ചിട്ടും ചിന്തിക്കണ ആളായിരുന്നില്ല. ഇപ്പൊ എന്താണ് അത്, ഒരു കാര്യം ഞാൻ ഉള്ളിൽ കൊടുക്കൂല, എപ്പോഴും ഹാപ്പി ആയിട്ട്. പക്ഷെ അതൊന്നല്ല ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നേടാനുണ്ട് എന്നൊക്കെ മനസ്സിലായി. എന്റെ കല്യാണം 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും പുറത്തേക്ക് ഒരു ഇതും ഇല്ല. പിന്നെ എനിക്ക് പഠിക്കണം തോന്നി. അങ്ങനെ അപ്പോഴൊക്കെ ശരത് ധൈര്യം തരും, ചോദിച്ചോ, പോയിക്കോ, പഠിച്ചോ, അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +1 +2 അത് എഴുതി. പിന്നെ എന്താണ് ആഗ്രഹം, പിന്നെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങാണ്. എനിക്ക് എന്താ വേണ്ട, അല്ലെങ്കിൽ എന്റെ പർപ്പസ് എന്താണ്, എനിക്ക് എന്തൊക്കെ വേണം. ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന ആളുകൾക്കൊക്കെ ഇതറിയില്ല. ഞാൻ ഇതെന്താ മെഡിറ്റേഷൻ എന്ന് അറിയാതെയാണ് ഞാൻ വന്നത്. മെഡിറ്റേഷൻ എന്താ, അതൊക്കെ ആളുകൾ ചെയ്യോ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ചേഞ്ച് ആയിട്ടില്ല, ഇത്രയും ആളുകളുടെ അടുത്ത് പോയിട്ട് ചേഞ്ച് ആയിട്ടില്ല. ഒരു ഉസ്താദിനെ ഞാൻ വിളിച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞ്, എന്റെ ആയസും കൂടി അണക്കിന് അതരം, എന്നാലും മരിക്കൂല, പക്ഷെ എന്നെ ഒന്ന് വിളിക്കാതിരിക്കോ എന്നടക്കം ചോദിച്ചിട്ടുണ്ട്. ആളടക്കം അതായത് ആളടക്കം നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി, എല്ലാരും ബുദ്ധിമുട്ടായി. പക്ഷെ എന്റെ അതെ, എത്ര സമയം എടുത്തും നിങ്ങൾക്ക് ഇതിൽ നിന്ന് റീകവർ ആയി? ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കോഴ്സ് ചെയ്തിട്ട് എത്ര ഞാൻ സമയം? 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തപ്പോ ഞാൻ വേറൊരു ആളായി. അതായത് എനിക്ക് എല്ലാരും എന്താ പറയാ, എനിക്ക് ഇന്നെ തിരിച്ചറിയാൻ പറ്റി. ഞാൻ ഇവിടെയാണെങ്കിലും ആ ഒരു എനിക്ക് ഇന്നെ എല്ലാരും ഒരു കുട്ടിന്റെ പോലെ കണ്ടിരുന്നത്. അതായത് എന്റെ കാര്യങ്ങൾ പോലും ഞാൻ നോക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എന്നാലും എനിക്കൊരു ഇതുണ്ടാവും എന്റെ ഉള്ളില്. എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഒക്കെ എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തേലും വേണം, എനിക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു ഇതൊക്കെ വന്ന്. പിന്നെ ഇപ്പൊ ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു. അത് ഞാൻ പകുതിക്ക് ഡ്രോപ്പ് ആയിട്ട്, അതൊക്കെ എന്റെ ഒരു ഗോളായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അതിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയിട്ടുണ്ട്. പിന്നെ ചോദിക്കട്ടെ, നമ്മുടെ മകള് നിങ്ങളുടെ മകള് നമ്മുടെ ഒരു കോഴ്സിലേക്ക് വന്നിട്ടായിരുന്നു അല്ലേ? ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങൾ ശരിക്കും ഇപ്പൊ കഴിഞ്ഞ ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? എന്താ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് മെഡിറ്റേഷൻ ഒരു സ്വർണ്ണാണെങ്കിൽ EFT എന്ന് പറയുന്നത് ഒരു വജ്രാണ്. അത് നിങ്ങൾ ആരെടുക്കണോ, നിങ്ങൾക്കൊരു ടൂളാണ് അത്. നമ്മൾ തട്ടി കളയുന്നത് എന്താണ്, നല്ലൊരു ലൈഫിൽ ഏറ്റവും മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ ഇത്രയും മാറി. അപ്പൊ നിങ്ങൾക്കൊക്കെ ആലോചിക്കാം ആ ഒരു EFT എന്ന് പറയുന്നത്. അപ്പൊ ഹലോ എന്താന്നറിയില്ല, സ്റ്റക്ക് ആയിട്ടുണ്ട്. അതോ എനിക്കാണോ പ്രശ്നമുള്ളത്? ഹലോ, അല്ല സാറിന്റെ അവിടെ റേഞ്ച് ഇല്ല. ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കാണ് പ്രശ്നമുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തിലാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ അതിന്റെ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. EFT എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഒരു പ്രോബ്ലം എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഹീൽ ചെയ്യുന്നോ, അവിടെ നമുക്ക് റിസൾട്ട് ആണ്.
മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ 3 മാസം കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ EFT ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആ ഒരു പ്രശ്നത്തിൽ കൊടുത്താൽ മതി. നമ്മൾ അതിന്റെ SUD എടുത്തിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തും. മെഡിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. നമുക്ക് ലൈഫും നമ്മൾ പ്രാക്ടീസ് ചെയ്യും പോലെ നമ്മുടെ ലൈഫ് അത്രയും ചേഞ്ച് ആവും. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഓക്കെ. ഓൾ റൈറ്റ് താങ്ക് യു. ഞാൻ ശരിക്കും എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ചെറുതായിട്ട് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അപ്പം EFT കഴിഞ്ഞ EFT ബാച്ചിൽ നമ്മുടെ സ്റ്റുഡൻസ് പ്രോഗ്രാമിൽ നിങ്ങളുടെ മക്കള് മോനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളായിരുന്നു അല്ലെ? മോനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ശരിക്കും ആ ഒരു കോഴ്സ് ശരിക്കും ഹെൽപ്പ് ചെയ്തോ? എന്താണ് അവസ്ഥ? കാരണം നമ്മുടെ 26-ാം തീയതി നമ്മുടെ അടുത്ത ഒരു ബാച്ച് വരുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള +2 പഠിക്കുന്നവർ. കുട്ടികൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്ന പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ പങ്കെടുത്തിട്ട് എന്താണ് മോനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണം നമ്മൾ EFT പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ബാഡ് എക്സ്പീരിയൻസും ട്രോമാസും അതിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വിഷമങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഇക്ക ഒരു ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് മോള് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവളിനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രോമാസ് അവളുടെ ഉള്ളിൽ ഉണ്ടായാല് ഇനി ഇതിക്കും ബെസ്റ്റ് ഒരു ഓപ്ഷൻ അവൾക്ക് കൊടുക്കാനില്ല അവളെ ലൈഫിലേക്ക് വേണ്ടിയിട്ട്. ഞാനത് അനുഭവിച്ചതാണ്. അപ്പൊ ഇതിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിനി എനിക്ക് കൊടുക്കാനില്ല. നമ്മളിപ്പോ ഇനി എന്ത് ഗിഫ്റ്റ് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും ഇതേപോലെ ഒരു സംഭവം ഇനി അവൾക്ക് കൊടുക്കാനില്ല. അത് ഈ ഒരു പ്രായത്തില് ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും വലുതായിട്ടാണ് അത് കിട്ടിയത്. അപ്പൊ ഇപ്പോഴേ നമ്മളത് കൊടുക്കാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഞാൻ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. ഇത് കൊടുക്കണം, ഇതെന്തായാലും നമ്മളെല്ലാരും പേരന്റാണ്, നമ്മളൊക്കെ എന്താണ് വിചാരിക്കുക, നമുക്ക് കിട്ടാത്ത എല്ലാ നല്ല കാര്യങ്ങളും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മളെ മക്കൾക്ക് കൊടുക്കണം എന്നാണ്. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണത്. അപ്പൊ അത് ഞാൻ അവർക്ക് കൊടുക്കുക. പക്ഷെ അതില് വന്നതിന് ശേഷം ഇപ്പോ EVS അവൾക്ക് നല്ല ടഫായിരുന്നു, അതേപോലെ ടാലന്റോ. പക്ഷെ ഇത് ചെയ്തിട്ട് ഇപ്പൊ എന്താണ്, ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാമില് ഫുള്ളാണ് മാർക്ക്, ടാലന്റോല് ഫുള്ളാണ്. അവളെ മെന്ററിന് വന്ന് അപ്പൊ തന്നെ ആ ഒരു പേപ്പറിന്റെ പിക്ക് എടുത്ത് അയച്ചു കൊടുത്തു, മാം എനിക്ക് ഫുള്ള് കിട്ടി പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷമുണ്ട്. അതേപോലെ ആൾക്ക് ഖുറാനും ഹദീസും ഒക്കെ പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു പോയാലും ഉസ്താദിന്റെ മുന്നിലെത്തിയ ഓള് മറന്നു പോകും. എല്ലാവരും നല്ല പഠിക്കും, പക്ഷെ ആ ഒരു പേടി ഉണ്ടായിരുന്നു ആളുടെ ഉള്ളില്. ഇത് അവള് എത്തി. ഇപ്പൊ ഹദീസ് ടോക്കില് സ്കൂളിൽ നിന്ന് ആകെ സെലക്ട് ആയിട്ടുള്ള ഒരാളാണ് അവള്. ഖുറാന്റെ ക്വിസില് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ സ്പോർട്സിന്റെ ഒരു ഭാഗത്തേക്ക് അവള് തിരിഞ്ഞ് ആ ഒരു ഭാഗമൊന്നും നോക്കൂല. പക്ഷെ ഇപ്രാവശ്യം അവള് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അവൾക്ക് ഉണ്ടായി. അവള് സ്പോർട്സിന് പങ്കെടുത്ത് 100 മീറ്ററിൽ ഫസ്റ്റ്, 200 മീറ്ററിൽ സെക്കൻഡ്, റിലേക്ക് ഫസ്റ്റ്. ആള് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു EFT എന്ന് പറയുന്നത് അവള് ഫസ്റ്റ് ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടും ഒക്കെ കുട്ടികൾക്ക് അറിയാം ഇതെന്തൊക്കെ ഉണ്ട്, ഇത് ഡെയിലി ചെയ്യുന്ന കാണുമ്പോ അവർക്ക് അറിയാതെ എന്താണെന്നില്ല. അപ്പൊ ഇപ്പൊ അവരാ ഒരു ടാപ്പിങ് ചെയ്യുമ്പോ ക്ലാസ്സിന് പോവാൻ നേരത്തെ അവള് ചെയ്യും മിറർ ടാപ്പിങ്ങും സെൽഫ് ലവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കൊടുത്തിട്ടാ പോവാ. പക്ഷെ അതിന്റെ ഒരു മാറ്റം, ഏറ്റവും മാറ്റം എന്ന് പറയുന്നത് ആളുടെ ബർത്ത്ഡേക്ക് അത് ഇങ്ങനെ ക്ലാസ്സിലെ ആൺകുട്ടികളും അവരൊരു ഇതുണ്ടായിരുന്നു, എപ്പോഴും അടിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ആയിട്ട് അവളോടാണ് ആൺകുട്ടികൾ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാരും ഒരുപോലെയാണ്, നമ്മൾ ആ ഒരു ഇത് വെക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് ഒരു മുബീലുണ്ട്, പറയാൻ പറ്റുമെന്ന് അറിയില്ല, അവന് ലെറ്റർ കൊടുത്തിട്ട് ഓള് വാങ്ങിയില്ല. അതിന് അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു മുറിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് അവനും അവന്റെ ഫ്രണ്ട്സും എപ്പോഴും ഇവളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പൊ അവനിക്ക് ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ബർത്ത്ഡേ വിഷസ് എന്നിട്ട് മിസ് തന്നെ പറയുന്നുണ്ട്, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ സെറ്റ് ആയിക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു. അവരാ പറഞ്ഞേ ഫ്രണ്ട്സിനൊക്കെ പോയി പറഞ്ഞു കൊടുക്കേ, ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, എന്റെ അമ്മക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ഓലോടൊക്കെ ചെയ്യാൻ പറയാം, അവർക്കൊക്കെ മാറ്റം വരും പറയാറുണ്ട്. അപ്പൊ അടുത്ത എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോള്. അത്രക്കും അവരുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട്. അവളുടെ ഒരു ലൈഫില് ഞാൻ ഒരു കാര്യത്തിന് കൊടുന്നതാണ്, പക്ഷെ അവളുടെ ലൈഫ് ടോട്ടലി മാറി. ഓക്കെ. EFT EVS പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? EVS ശരിക്കും എത്രയായിരുന്നു നോർമലി ആദ്യമൊക്കെ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റില്? അതിലൊരു ഇപ്പോ ക്ലാസ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പൊ 20-ലൊരു 10 അബോ ഒക്കെ ആള് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 50-ലാണെങ്കിൽ 30-ന്റെ മുകളിലൊന്നും പോയിരുന്നില്ല. എല്ലാത്തിലും A+ ആവും, പക്ഷെ ഇതില് മാത്രം വീക്കാവും. അതേപോലെ ടാലന്റോ അതിലും ആള് വീക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് ക്ലാസ്സിൽ ഈ എക്സാം കഴിഞ്ഞാൽ ആളാണ് ടോപ്പർ. നല്ല സങ്കടമായിരിക്കും ചില സമയത്ത്, എല്ലാതും വാങ്ങിയിട്ടുണ്ടാവും, ഈ ഒരു വിഷയത്തിന് ചിലപ്പോ A കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പൊ നല്ല സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ആ ഒരു മാറ്റം എനിക്ക് ഹാപ്പിനെസ്, ഇപ്പൊ ഞാൻ മാറിയ ഒരു സമയത്ത് എന്റെ അമ്മ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അതില് ഡബിളാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. എന്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാല് ഷാഫി സാറിനൊക്കെ കാണണം, ഇവരൊക്കെ ഷാഫി സാറിനൊക്കെ ഒന്ന് കാണണം, അത്രയും അവരുടെ ഒരു മകളുടെ ഒരു ലൈഫ് തിരിച്ചു കൊടുത്തതാണ്. അതായത് ഇനി ഒന്നും ഇല്ല. അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങളൊക്കെ പോയാലും ഇവൾക്ക് ഒന്നും വരരുത് എന്നുള്ള ഇവിടുത്തെ പേരൻസ് ആയാലും അവിടുത്തെ പേരൻസ് ആണേലും. ഇവിടുത്തെ ഇപ്പൊക്കെ കരയണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വയ്യാതാകുമ്പോഴാ. അപ്പൊ അവരൊക്കെ ഷാഫി സാറ് എന്നൊക്കെ പറഞ്ഞാല് മെഡിറ്റേഷൻ ചെയ്യുമ്പോ വന്ന് നിന്നിട്ടുണ്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവള് മോർണിംഗ് ക്ലാസ്സിൽ ചില സമയത്താണ് സാറ് വരുള്ളൂ. മാസത്തില് മൈൻഡ് പവർ ആയിരിക്കും ഒരു ക്ലാസ് എടുക്കുമ്പോ ആ ഒരു സമയത്താണ് സാറിനെ കാണാൻ പറ്റുക. ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട്, ഇത് ആരാന്ന് നോക്കാം, അവിടെ ഈ സൗണ്ട് മാത്രല്ലേ കേൾക്കുന്നുള്ളൂ. അതുപോലെ ശരത് സാറിനെ കാണുന്നു, ഷാഫി സാറിനെ കാണുന്നു, അവർക്കൊരു എന്താണ് ഇന്നെ തിരിച്ചു കിട്ടിക്കാണ്, ഒരു പുതിയൊരാളായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മരിച്ചു എന്ന് കരുതിയ ഒരു മകളെ തിരിച്ചു കൊടുത്ത ഒരു സന്തോഷം ഇപ്പോഴും അവരുടെ ലൈഫിലുണ്ട്. ഇപ്പോഴും റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ഷെയറിങ് യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനി ആർക്കെങ്കിലും ജസീലയോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കാം. മോൾ എങ്ങനെയായിരുന്നു? ചോദിച്ചോളൂ റസാക്ക്. ഞാന് പിന്നെ മോള് EFT ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് EFT ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. നമുക്ക് വീഡിയോയിൽ വരാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. പിന്നെ മോൾക്ക് പിന്നെ ആയിഷമാണ് മെന്ററായിട്ടുള്ളത്. പക്ഷെ മോള് 1-2 ക്ലാസ്സിൽ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാം ഉണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിലാണ് മോള്. അപ്പൊ എക്സാം ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇതിലാണ് മോളതൊരു എക്സ്ക്യൂസ് പറയണത്. ഒരു എക്സ്ക്യൂസ് ആണ് അത് സംഭവത്തില്. അതായത് മോൾക്ക് സത്യത്തില് ഫോൺ അഡിക്ഷൻ ഉണ്ട്, നല്ല ഈ പിന്നെ ഇതൊക്കെ ഉണ്ട്, പിന്നെ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് ഫോണൊക്കെ. അവനെ പഠിപ്പുമൊക്കെ നല്ലോണം പഠിച്ചിരുന്ന മോളാണ്. എല്ലാ കാര്യത്തിലും ഭയങ്കര സ്വന്തമായിട്ട് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ LSS ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പാസ്സായിട്ടുണ്ടായിരുന്നു. അതേപോലെ കാലിഗ്രാഫി ചെയ്യും, പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോ പിന്നെ സ്കൂളില് ഇതിലൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷെ മോള് ഇപ്പൊ എല്ലാത്തിനും ഡൗൺ ആയിട്ട് ഇരിക്കണോ, ചെറിയ ഓരോ ഇഷ്യൂസ് ആണ് വന്നത്. അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ ഇങ്ങനെ എക്സാം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ക്ലാസ് കാണാന്ന് ആശ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. മോള് ഇപ്പോ ഉമ്മന്റെ വീട്ടിൽ ഇപ്പൊ വെക്കേഷനിൽ അങ്ങനെ പോയത്. ഇപ്പൊ അവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതാവാൻ വേണ്ടിട്ട് മോള് ഭയങ്കര ഈ ഫോൺ അഡിക്ഷൻ ഉണ്ട്. പിന്നെ മോള് എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് കരയുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഡിസോർഡർ ആണ് മോളുടെ മൈൻഡ്. സത്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ടെൻഷനും കാര്യം ഇതൊക്കെയാണ്. തീരെ ഒരു ശ്രദ്ധ കൊടുക്കണില്ല പഠിപ്പുകൾക്കൊന്നും. നല്ല പഠിക്കുന്ന മോളാണ്, നല്ല ഇതുണ്ടായിരുന്നു, നല്ല ടാലന്റഡ് ആണ്. റസാഖ് നല്ല പേര് അല്ലേ?
അതെ അതെ അതെ. സാർ നമ്മുടെ ഈ ഒരു ഇഷ്യൂ ശരിക്കും എന്താ വെച്ചാല് എന്റെ ടീം മെമ്പേഴ്സ് ഞാൻ സാറിന്റെ ഇതിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇതിൽ വന്നത്. അങ്ങനെ മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യണ്ട, അതിന്റെ ഇടയിലാണ് ഇങ്ങനെ EFT സ്റ്റുഡൻസ് EFT ഉണ്ടെന്ന് കണ്ടത്. അപ്പൊ അങ്ങനെ ആണ് ഇതിൽ ആഡ് ചെയ്തത്. മോളെ ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ നല്ല പ്രതീക്ഷയിലാണ് സാറിന്റെ ഇതിൽ. കാരണം സാറിന്റെ ഇത് ക്ലാസ് കണ്ടതിൽ ഞാൻ ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ. ഇന്നലെ മെഡിറ്റേഷൻ ഇല്ലായിരുന്നല്ലോ, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് എനിക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ നേരം ഒരു നല്ലൊരു മൂഡിൽ ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതിലൊക്കെ നല്ല സന്തോഷമുള്ളൊരു ഇതാണ് സാറിന്റെ ഇതിൽ. സാറിന്റെ ക്ലാസ്സിനെ കാണുമ്പോൾ നല്ല പ്രത്യേക ഒരു എനർജിയാണ്. അത് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ്സാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് മോളുടെ ഈ കാര്യത്തിൽ മോളുടെ കൂടി ഇതിന്നൊന്ന് റിലീസായി കിട്ടണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഈ പ്രശ്നത്തിന്. കാരണം അത്രയും ഇതാണ്, നല്ല പഠിക്കുന്നൊരു. ഐ അണ്ടർസ്റ്റാൻഡ് റസാഖ് സാർ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് വീണ്ടും റിപ്പീറ്റിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ജസ്റ്റ് ഞാൻ പറയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ മോൾക്ക് സ്റ്റുഡൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിലും എക്സാം വന്നതുകൊണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്ലി പോയില്ല. അപ്പൊ ഈ ഒരു കേസ്, നിങ്ങളുടെ ഈ ഒരു മോളുടെ കേസ്, ഞാൻ എന്താ വെച്ചാൽ അതിന്റെ ഹയർ സീനിയർ ടീം മെമ്പേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാർ ഈ ബാച്ചിലേക്ക് പ്രോഗ്രാമിലേക്ക് വരുന്നില്ലേ? ഈ ബാച്ച് പ്രോഗ്രാമിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. അതായത് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഒന്നിപ്പം ഒരു സൈഡ് നമ്മളിപ്പോ ചെയ്യുന്നത് പാരന്റ്സ് സൈഡിൽ നിന്ന് കുട്ടികൾക്ക്, ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ജസീല പറഞ്ഞതുപോലെ തന്നെ ജസീലയുടെ ലൈഫിൽ വലിയ സ്ട്രഗിളിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, ആ കടന്നുപോയ സമയത്ത് കുട്ടി അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജസീലയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കറിയാം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പഠനത്തിനെയും മറ്റുള്ള കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് പ്രയാസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ മോൾ കംപ്ലീറ്റ്ലി മാറി, പുതിയ ഒരാളായി മാറി എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും റസാഖ് സാറുടെ ലൈഫിലെയും പല ചാലഞ്ചസും പ്രതിസന്ധികളുടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടല്ലോ. അത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്കും അറിയാം, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ ആ ചാലഞ്ചസ് കുട്ടിയെ ബാധിച്ചതാണ് പ്രശ്നമായത്. ഓക്കെ, ആ റിയാലിറ്റി നമുക്ക് അറിയാലോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, ടൈം എടുക്കും. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണ്. ആ ടൈം നമുക്ക് എന്ത് ചെയ്യണം, ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അതിന് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മെന്റർ സർവീസ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി അവർക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, അവരെ വിളിച്ചിട്ട് അവരുടെ ഉമ്മാനെ വിളിച്ചിട്ട് എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് എന്ത് ക്ലിയർ ചെയ്യും കേട്ടോ. കാരണം പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യും. പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഈ ഒരു ഹീലിംഗ് ജേർണിയിലെ ഈ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും എന്തായാലും വരിക. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് നമ്മൾക്ക് അറിയാതെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ട്രിഗർ ആയി പോകും. അങ്ങനെ ട്രിഗർ ആകുമ്പോൾ, ഇപ്പം മോളുടെ കാര്യത്തിൽ തന്നെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാതാകുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമല്ലോ. സോ വിഷമം വരുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ ടോണിലും ഒക്കെ മാറ്റം വരും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഹീലിംഗ് നടക്കണം. ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ മക്കളുടെ സൈഡിൽ നിന്ന്, രണ്ട് പാരന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡിൽ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്തായിട്ട് കാണാൻ പറ്റും. ആ റിസൾട്ട് നമുക്ക് കാണണം തീർച്ചയായിട്ടും. അതിലേക്ക് നമുക്ക് എത്തട്ടെ. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ആ ഫോൺ അഡിക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആചര മാം ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കേസിൽ എന്താ വെച്ചാൽ ഹീലിംഗിന് വേണ്ടിയിട്ട് ഇൻവോൾവ്ഡ് ആവും. മെന്റർക്ക് പുറമെ ഹീലിംഗിൽ ഇൻവോൾവ്ഡ് ആവുകയും ചെയ്യും. സോ ഡോണ്ട് വറി, ഷീ ഈസ് സേഫ്. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ചില കേസ് അങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നാളത്തെ പ്രോഗ്രാമിൽ, നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ നിങ്ങളും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, നമ്മുടെ കൂടെ വരിക. എന്നിട്ട് നമുക്ക് എന്ത് ക്ലിയർ ചെയ്തെടുക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ജസീലയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? എനിബഡി ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ആർക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കട്ടോ. ഐ എം ഹാപ്പി ഹിയർ. എനിവേ, എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ എനിക്ക് തോന്നുന്നു ഏകദേശം വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ടൈം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. Okay. Abida ma'am, are you there? Good morning, sir. Good morning. Abida ma'am, എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ജേർണി ഷെയർ ചെയ്യാൻ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ഒരു ജേർണി ഉണ്ടാവും അല്ലേ? ഉണ്ട് സാറേ. നമുക്ക് അടുത്ത ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. അപ്പൊ
ചെറിയ സ്റ്റോറീസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ടൈം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, എന്തായാലും ഓവറോൾ മാമിന് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഐ മീൻ കോഴ്സ് ചെയ്യാത്ത ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? കോഴ്സ് ചെയ്യാത്ത ആൾക്കാരോട് പറയേണ്ടത്, നമ്മളിതൊരു വലിയ സംഖ്യയാണ് എന്ന് എഴുതി ഇതിലേക്ക് ചേരാതിരുന്നാൽ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ തന്നെ 2 മാസം വൈകിയോണ്ട് എനിക്ക് തോന്നും ആ 2 മാസം കൂടി മുന്നേ ചെയ്ത് കാണിച്ചാൽ അത്രയും റിസൾട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇതിന് പൈസ കൂടുതലാണ് എന്നുള്ളത് പറഞ്ഞിരിക്കണതിന് പകരം നമ്മളിത് വിഷ്വൽ ചെയ്ത് ഇതിക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പൈസ നമ്മളെ കയ്യിൽ എത്തിപ്പെടും. മാമിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ക്യാഷ് ഇല്ലാത്തൊരു അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യത്തിലാണോ, അല്ലെങ്കിൽ വിഷ്വൽ ചെയ്തിരുന്നോ, അങ്ങനെ ചെയ്തിരുന്നോ? അതെ അതെ അതെ. അപ്പൊ ഞാൻ സാറ് പറഞ്ഞു, സാർ അന്നിങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോ പറഞ്ഞിരുന്നു, നിങ്ങൾ വിഷ്വൽ ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറിയുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിഷ്വൽ ചെയ്തിരുന്നു. ഓക്കെ, വിഷ്വൽ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അതിനനുസരിച്ച് വർക്ക്ഔട്ട് ആയി അല്ലേ? വർക്ക്ഔട്ട് ഇതാണ് ആയി. എല്ലാവർക്കും പറയാൻ. ഓക്കെ, എല്ലാവർക്കും പറയാം. ഇന്നിപ്പോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സജീറ, അതേപോലെ തന്നെ ജസീല, അതേപോലെ അവിത മാം, ഇങ്ങനെ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇവർ നൽകുന്നത് എന്താണ്? ഇവർ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്ന ഹോപ്പാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള സജീറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസീല ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇവരെ നഷ്ടപ്പെട്ടെടുത്ത് ഇവര് തിരിച്ചു പിടിച്ചു. ഇവരുടെ ലൈഫ് നഷ്ടപ്പെട്ടെടുത്ത്, ഇവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടെടുത്തുനിന്ന്, ഇവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടെടുത്തുനിന്ന്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെടുത്തുനിന്ന് ഇതെല്ലാം തിരിച്ചു പിടിച്ചു ലൈഫ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ, ആബിദ മാമിന്റെ സ്റ്റോറി സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാർ, പറഞ്ഞോളൂ. ഞാൻ കോഴിക്കോട് 1 ഡേ പ്രോഗ്രാമിന് വന്നല്ലോ, അന്ന് സാറോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഞാനിപ്പോ അത് കറക്റ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കണില്ല, പക്ഷെ ഞാൻ സാറോട് അന്ന് സംസാരിച്ചതിനെ അപ്പൊ സാർ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ EFT ചേർന്ന് കഴിഞ്ഞപ്പോ അതിനെപ്പറ്റി ഞാൻ മാമിനോട് കറക്റ്റ് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, ഞാൻ ഇന്നലെയും കൂടി സാറെ മനസ്സിൽ വിചാരിച്ചുള്ളൂ ആ കാര്യം ഓക്കെ ആയപ്പോ എനിക്ക് സാറ് വിളിച്ച ആ കാര്യം ഒന്ന് പറയണം എന്നുള്ളത്. അതിന് സാറിനോട് ആദ്യം ഞാൻ അള്ളാഹുവിനോടും പിന്നെ സാറോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിന്റെ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു സംഭവം റെഡി ആയി കിട്ടിയത്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്നതിൽ. ഈ ഒരു സ്നേഹം, ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും എന്നും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് നിങ്ങൾ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്, നിങ്ങളെല്ലാവരും. കാരണം ഇന്നത്തെ ഹീറോസ് അല്ലെങ്കിൽ ഇന്നത്തെ എന്താ പറയുക ഹീറോയിൻസ് ആണ് നിങ്ങളാണ് മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നത്. ഷാറാവട്ടെ, ആബിദ മാമിന്റെ സ്റ്റോറി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം കേൾക്കാം. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവരെന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ എന്ത് മാറ്റമാണ് സംഭവിച്ചതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. സോ വി വിൽ ജോയിൻ നെക്സ്റ്റ് സൺഡേ. സോ സ്റ്റേ എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൺഡേയിൽ നമുക്ക് കാണാം. ഇറ്റ്സ് മീ ദ റിയൽ മീ. അതായത് ഈ സെഷന്റെ പേരെന്താണ്? ഇറ്റ്സ് മീ ദ റിയൽ മീ. എന്താ ഉദ്ദേശിക്കുന്നത്? നഷ്ടപ്പെട്ട നിങ്ങളെ തിരിച്ചു പിടിക്കുന്ന, ദ റിയൽ മീയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ജേണിയാണ്, ഹീലിംഗ് ജേണിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ശരി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷാസ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഷാസ് എന്താണ്? അൺമ്യൂട്ട് ചെയ്തോളൂ, ഒന്ന് പ്രസ് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഷാസ് ഷെയർ ചെയ്തോളൂ. ഷാസ് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ. എനിക്ക് നിങ്ങളെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടുന്നില്ല, നിങ്ങൾ കിട്ടുന്നില്ല. ഓക്കെ, ഷാസ്, ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടുതരാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഹലോ, ഹലോ, നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് എന്തോ വേറെ പ്രശ്നമായിരിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇല്ലെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിൽ കാണാം. ടെക്സ്റ്റ് ചെയ്യാനുണ്ടോ? ടെക്സ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. ഷാസ്, എന്താ ചോദിക്കാനാണോ? ഷാസ് എന്നാണ് പേര് കാണിക്കുന്നത് കേട്ടോ, എനിക്കറിയില്ല നിങ്ങളുടെ പേരെന്താണെന്നുള്ളത്. ഓൾ റൈറ്റ്, സോ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ഷുഡ് ഐ വെയിറ്റ്?
വെയിറ്റ് ചെയ്യാം, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഷബ്ന മാം, ഓക്കെ, ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തിട്ട് എന്താണ് ഫീലിംഗ്? ഇന്നത്തെ ഒരു ഇത് കേട്ടപ്പോൾ, ഇറ്റ്സ് മീ ദ റിയൽ മീ കേട്ടപ്പോൾ എന്താ തോന്നിയത്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഗുഡ് മോർണിംഗ് സാർ, സുധീറാണ്. സുധീർ സാർ പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞോളൂ, കേട്ടിട്ട് എന്താ? സാർ സോറി, ഞാൻ വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് യൂണിറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് വീഡിയോയിൽ വരാതെ. ഒരു ക്വസ്റ്റ്യൻ സാർ, ഇപ്പോൾ മറ്റേ കോഴ്സ് പറഞ്ഞില്ല സാർ, 12th അബൌട്ട് 12th സ്റ്റാൻഡേർഡ് പ്ലസ് ഉള്ള സ്റ്റുഡൻസിന് കോഴ്സ് പറഞ്ഞില്ലേ, എത്രയായിരിക്കും ടൈമിങ്സ് ഒക്കെ അതിന്റെ? അതിന്റെ കോഴ്സിന്റെ ടൈമിംഗ് ആണോ? ആ, ഏതായിരിക്കും ടൈമിംഗ്? ടൈമിംഗ് വരുന്നത് 8 മണി മുതൽ 9:30 വരെ ഇന്ത്യൻ ടൈം. 9:30 വരെ. ഓക്കെ, PM അല്ലേ, വൈകുന്നേരം ഈവനിങ്. ഓക്കെ ഓക്കെ സാറേ, താങ്ക് യു. എന്നിട്ടല്ലേ എൻ്റെ രണ്ടാമത്തെ മോൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. സോറി ആക്ച്വലി സുധീർ സാർ കഴിഞ്ഞ ബാച്ചിലെ ടൈമിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ചെറിയ ടൈമിങ്ങിൽ മാറ്റമുണ്ട്. 10 AM മുതൽ ഐ തിങ്ക് 11:30 12 AM വരെ ഉണ്ടാവും. 12 PM വരെ ഉണ്ടാവും. വെക്കേഷൻ ആണല്ലോ ആ ടൈം. ഇവിടുത്തെ ഇന്ത്യയിൽ വെക്കേഷൻ ആണ്, അവിടെ എനിക്കറിയില്ല. ക്രിസ്മസ് വെക്കേഷൻ ടൈം 26-ാം തീയതി മുതലാണ്. ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, എവിടെയും വെക്കേഷൻ ഉണ്ടാവും വിചാരിക്കുന്നു. അല്ല സാർ, ആള് കോളേജിൽ, അതുകൊണ്ടാണ് എനിക്ക് അത് തോന്നുന്നില്ല. എന്നിട്ട് ഇളയാളിനെ ഞാൻ കോഴ്സിന് ചേർത്തിട്ടായിരുന്നു. ആൻഡ് ഹീസ് ഡൂയിങ് എക്സ്റ്റൻസറി, അതായത് ഭയങ്കര ചേഞ്ചസ് ആണ്. കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്തു. അതിന്റെ മോൻ കഴിഞ്ഞ ബാച്ചിൽ മോൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ഹാജിറ. ഓ റിയലി സാർ, ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു 180 ഡിഗ്രി മാറ്റമുണ്ട്. മെയിൻലി ചില സബ്ജക്ട്സ്, അതായത് എസ്പെഷ്യലി ഹിന്ദിയെല്ലാം കുറച്ച് വീക്ക് ആയിരുന്നു. പക്ഷേ നൗ ദാറ്റ് ഹാസ് ബിക്കം ഫേവറേറ്റ് സബ്ജക്ട്. ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാറി. ഏറ്റവും ചാലഞ്ച് ഫേവറേറ്റ് സബ്ജക്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ടെസ്റ്റിലെല്ലാം ഫുൾ മാർക്കാണ്, അല്ലെങ്കിൽ കറക്റ്റ് ജസ്റ്റ് പാസ് വാങ്ങുള്ളൂ. അപ്പൊ നമ്മള് ബാക്കി സബ്ജക്റ്റിലെ മാർക്ക് വാങ്ങുന്നത് ഹിന്ദിയിൽ കുറച്ച്. അപ്പൊ ഒന്നാമത് പുള്ളിക്ക് വലിയ താല്പര്യമില്ല ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷെ ഈ കോഴ്സിന് ശേഷം ഇപ്പം ഹിന്ദി നല്ല പിന്നെ അല്ലെങ്കിൽ ഹിന്ദിയിലങ്ങനെ സംസാരിക്കുന്നില്ല ഞാൻ ഇപ്പൊ. പക്ഷെ അങ്ങനെ വായിക്കലും ഇതും പിന്നെ എക്സാം എല്ലാം അതിനുശേഷം നല്ല ഔട്ട്പുട്ട്. എന്റെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഈ സ്റ്റാർട്ടിന് വലിയ സ്പെഷ്യൽ ട്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചു അവിടുന്ന്. ഓൺലി ബിക്കോസ് ഓഫ് ഐ തിങ്ക് അതെ അവിടെ പക്ഷെ ക്ലാസ്സിൽ പറയുന്ന എല്ലാം പുള്ളി ഫോളോ ചെയ്യും. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് സാറേ. അവിടെ മാഡം ഹജിറ മാഡം എന്ത് പറയണോ അത് അപ്പടിയെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുധീർ സർ ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി. ദിസ് ഈസ് ദ സ്റ്റോറി. ലൈക്ക് നമ്മുടെ സ്റ്റുഡൻസിലെ നമ്മുടെ ഭയങ്കര മിറക്കിൾസ് അല്ലേ, എത്ര വലിയ ആശ്വാസമാണ് അല്ലേ സുധീർ സർ, എത്ര വലിയ ആശ്വാസം. നമ്മുടെ ഏറ്റവും വലിയ വിഷമം നമ്മുടെ മക്കളുടെ കാര്യമാണ്. നമ്മളുടെ ലൈഫ് ഭയങ്കര വിഷമത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം അല്ലേ. എങ്ങനെ? അതെ, നമ്മളുടെ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളാണല്ലോ. അവർക്ക് മാക്സിമം എന്ത് കൊടുക്കാൻ പറ്റും കൊടുക്കുന്നതാണ് നല്ലത് അല്ലേ. അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ സാറേ. ഓക്കെ, കുട്ടിയുടെ പേരെന്തായിരുന്നു? ശാശ്വത് അല്ലേ? ശാശ്വത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് സുധീർ സാർ എന്ത് ചെയ്യണം, ഒരു ദിവസം എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൽ പ്ലാറ്റ്ഫോമിൽ വരണം. സുധീർ സാറിന്റെ സ്റ്റോറി നമുക്ക് ഇതേപോലെ കേൾക്കണം. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ഹിയർ ആൻഡ് ബീയിങ് ഹിയർ. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസ് CFT ജോയിൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഷാസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഓൾറെഡി നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ചാറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരത് ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യും. അത് December 23-ാം തീയതി ആരംഭിക്കുന്ന, 23-നല്ല 26-ന് ആരംഭിക്കുന്ന അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശരത് നമ്പറും കോൺടാക്ട് ചെയ്താൽ മതി. 8086-880-780 എന്ന് പറയുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇതാണ് നമ്പർ 8086. നമ്മുടെ മുഹസിനെ കോൺടാക്ട് കൊടുത്തിട്ടുണ്ട്. 8086-880-780 ഈ നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഷാസ് എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിക്കും. വിളിച്ചിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും അവർ പറഞ്ഞു തരും. ഓക്കെ, ജോയിൻ ചെയ്യാൻ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി.
അപ്പം കോഴ്സ് ഫീയും കാര്യങ്ങളും 11th സ്റ്റാൻഡേർഡ് മുതലാണ് അടുത്ത ബാച്ച് വരുന്നത്. അത് 26-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് വേറെ സെഷൻ നടക്കും. പുറമെ 23-ാം തീയതി അത് പകലിലാണ് നടക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന പകൽ മോർണിംഗിലാണ് കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നത്. കാരണം വെക്കേഷൻ ആണ്. 10 മുതൽ 11th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, 30th onward ആണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ. എന്തായാലും ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ഐ എം റിയലി ഗ്രേറ്റ് ഫോർ ദിസ് opportunity and being able to share all these wonderful moments with you. നാളെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. See you. Thank you, sir. Thank you so much. സർ നാളത്തെ മെഡിറ്റേഷൻ എപ്പോഴാ? എല്ലാ ദിവസത്തെയും മെഡിറ്റേഷൻ എല്ലാ ദിവസവും കറക്റ്റ് ടൈമാണ്. അത് നാളത്തെ ഹീലിംഗ് ഒക്കെ ചോദിക്കുന്നേ. ഹീലിംഗ് എല്ലാം വരുന്നത് അത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. ഹീലിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സാർ, സൂപ്പർ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. നാളത്തെ എപ്പോഴാണ്? എങ്ങനെ മൈമുന മാം എന്താ ചോദിച്ചോ? EFT സ്റ്റാർട്ട് ചെയ്യുന്ന നാളെ എപ്പോഴാണെന്നാണോ ചോദിക്കുന്നത്? ഈവനിങ്ങിലാണ്. ഈവനിങ് ടൈം? ഈവനിങ് 7:30 കേട്ടോ, 7:30. എത്ര മണി വരെ? അത് 9:30 വരെയാണ് നോർമലി ഉണ്ടാവും. ശരി, താങ്ക് യു. Thank you. Have a great day. Thank you so much.